ഈ പെൺകുട്ടികൾക്ക് കൊടുക്കാനുള്ള 5 പവൻ സ്വർണ്ണാഭരണം 5 ബോക്സിലാക്കി വളരെ ഭംഗിയായി പാക്ക് ചെയ്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അതൊന്ന് ഇവിടെ വെച്ച് നമ്മുടെ സിംസാർ ഹഖൂദവി ദുആ ചെയ്ത് ഇതിൻ്റെ സംഘാടകരെ ഏൽപ്പിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അനുഗ്രഹീത വേദിയിൽ ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖൂദവി ഉസ്താദ് സ്വർണ്ണാഭരണ കൈമാറുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മനസ്സുകൊണ്ട് മദീനയിലേക്ക് ഉസ്താദ് ബഷീർ ഫൈസി ദേശമംഗലം നേതൃത്വം നൽകുന്ന ഹബീബിങ്ങളുടെ 3ാമത് സംസ്ഥാന സംഗമം സുറൂറെ ആശിഖീന്റെ പ്രൗഢമായ വേദിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് കൈരളിയുടെ ഉജ്ജ്വല വാഗ്മി ചമ്പാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി കേരളീയ പൊതുസമൂഹത്തിന് സമർപ്പിച്ച ഉജ്ജ്വല വരദാനം ഉസ്താദ് സിംസാർ ഹഖൂദവി അനുഗ്രഹീതമായ വേദിയിൽ പ്രഭാഷണം കൊണ്ട് ധന്യമാക്കുകയാണ്. അധ്യക്ഷന് വേണ്ടി ആദര പുരസ്കാരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك. فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد خاتم المرسلين وسيد الخلق أجمعين قائد الغر المحجلين سيدنا محمد بن عبد الله صلوات ربي وسلامه عليه وعلى آله وأصحابه وعترته ومن اهتدى بهديه واستنى بسنته إلى يوم الدين. ബഹുമാന്യരായ സാദാത്യങ്ങളെ, പണ്ഡിത മഹത്തുക്കളെ, ബഷീർ ഫൈസി ദേശമംഗലം അവരുടെ മനസ്സുകൊണ്ട് മദീനയിലേക്ക് എന്ന പരിപാടിയുടെ ഒരു സംസ്ഥാന സംഗമം സുറൂറെ ആഷിഖീൻ എന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസം മുമ്പോട്ടുള്ള നാളുകളും അല്ലാഹു അനുഗ്രഹിക്കുകയും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ തെറ്റുകൾക്കൊക്കെ കഫാറത്തും പ്രായശ്ചിത്തവുമായി നമ്മുടെ മജ്ലിസിനെ അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യട്ടെ. അല്ലാഹുവിനെ ഓർക്കുന്ന സദസ്സ് സക്കീനത്തും റഹ്മത്തും ഇറങ്ങുന്ന സദസ്സാണെന്നാണ്. അല്ലാഹുവിനെ ഓർക്കുന്ന സദസ്സായി മാറുന്നത് നമ്മുടെ മനസ്സുകളിൽ നിയ്യത്ത് ശരിയാവുമ്പോഴാണ്. നമ്മൾ എന്തിനു വന്നു എന്ന നിയ്യത്ത് ഓരോരുത്തരുടേതും ഇത് അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നമ്മുടെ കടപ്പാടും ബന്ധവും ഒന്നുകൂടെ വിളക്കിച്ചേർക്കാനുമാണ് എന്ന നിയ്യത്തിലാണെങ്കിൽ ഇതൊരു റബ്ബാനിയായ പൊരുത്തമുള്ള ഒരു സദസ്സായിട്ട് മാറും. അള്ളാഹു അങ്ങനെ ആക്കിത്തരട്ടെ. ഇവിടെ 5 പെൺകുട്ടികളുടെ നിക്കാഹ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നു. അതിലൊക്കെ സഹായിച്ച എല്ലാവർക്കും, ഒരു വീടുങ്ങ ജപ്തിയിലും അങ്ങാനും പെട്ട് പ്രയാസപ്പെടുന്ന ഒരു കുടുംബമടക്കം ഇതിലേക്ക് 2 പവൻ നൽകി എന്നറിയാൻ കഴിഞ്ഞു. അള്ളാഹു അവരുടെയൊക്കെ പ്രയാസങ്ങളെ അള്ളാഹു നീക്കിക്കൊടുക്കട്ടെ. ഇവർ ചെയ്ത സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഖൈർ അള്ളാഹു 2 ലോകത്തും അവർക്കും അതുപോലെ സഹായിച്ച എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. സഹായിക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ
കയ്യിലൊന്നുമില്ലാത്തതിൻ്റെ പേരിൽ എന്നെക്കൊണ്ടായില്ലല്ലോ എന്ന് ചിന്തിച്ച് മനസ്സുകൊണ്ട് വ്യാകുലപ്പെടുന്ന എത്രയോ പ്രയാസപ്പെടുന്നവരുണ്ടാകും. അവർക്കൊക്കെ നിയ്യത്തിൻ്റെ കൂലി ലഭിക്കുമെന്നാണ്. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു എന്ന ഒരു നല്ല നിയ്യത്തുണ്ടെങ്കിൽ കൊടുത്തതുപോലത്തെ കൂലി കിട്ടുമെന്നാണ്. അള്ളാഹു അവർക്കും കൂലി നൽകട്ടെ. ആ ഒരു നിയ്യത്ത് വന്നില്ലെങ്കിലാണ് പ്രശ്നം. നിയ്യത്തുണ്ടായിരുന്നു, ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞു, പക്ഷേ ഒന്നും ആയില്ലല്ലോ പഠിച്ചവനെ, ഞാൻ തന്നെ പ്രയാസത്തിലാണല്ലോ, എന്ത് ചെയ്യും, ഉണ്ടെങ്കിൽ കൊടുക്കായിരുന്നല്ലോ. അവരൊറ്റ നിയ്യത്തിന് കൂലി കിട്ടും, കൊടുത്ത പോലെയുള്ള കൂലി കിട്ടുമെന്നാണ്. അള്ളാഹു നമ്മളെ രോഗികൾക്ക് ശിഫ നൽകട്ടെ, മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗസ്വത്ത് കഴിഞ്ഞ് ഒരു അറാബിയുടെ വീടിൻ്റെ അരികിലൂടെ മടങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ അറാബിയായ മനുഷ്യൻ, ഒരു നാട്ടിൻപുറത്തുകാരൻ എന്ന് പറയാം, അക്രമഹു, പുണ്യനബിയെ വല്ലാതെ ആദരിക്കുകയും തങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുകയും താമസം ഒരുക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഖദിംതൽ മദീന ഫഅ്തിന, നിങ്ങൾ മദീനയിലേക്ക് വന്നാൽ എന്നെ ഒന്ന് കാണാൻ വരണം കേട്ടോ എന്ന് അദ്ദേഹത്തോട് അതിന് സ്നേഹത്തിന് മറുപടിയായി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അദ്ദേഹം മദീനയിൽ വന്നു, തങ്ങളുടെ അരികത്തേക്ക് വന്നു, പരിചയപ്പെടുത്തി കൊടുത്തു. തങ്ങളെ അന്ന് എൻ്റെ വീട്ടിലായിരുന്നു അങ്ങ് താമസിച്ചത്, വിശ്രമിച്ചത് ഓർമ്മയുണ്ടോ? എന്നോട് മദീനയിൽ വരുമ്പോൾ വന്ന് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് കാണാൻ വന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തോടുകൂടെ അദ്ദേഹത്തോട് പറഞ്ഞു, സൽനി ഹാജതക്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൽനി ഹാജതക്. അപ്പം അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് അസ്അലുക നാഖതൻ വഅഅനസൻ യഹ്ലിബുഹാ അഹ്ലി. പുണ്യനബിയെ, എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത് ഒരൊട്ടകം വേണം, പിന്നെ എൻ്റെ വീട്ടുകാർക്ക് പാല് കറക്കാൻ ആവശ്യമായ ആടുകളെയും കിട്ടിയ തരക്കേടില്ല എന്ന് പറഞ്ഞു. തങ്ങൾ അദ്ദേഹത്തിന് അത് സംഘടിപ്പിച്ചു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ കയ്യിലില്ലല്ലോ, അപ്പം തങ്ങളത് സംഘടിപ്പിച്ചു കൊടുക്കുക ചെയ്യാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, അജസ ഹാദൽ അറാബിയു അൻ യകൂന കഅജൂസി ബനി ഇസ്രായീൽ. ഇസ്രായേൽ മക്കളിൽ കഴിഞ്ഞുപോയ പ്രായമുള്ള ഒരു ഉമ്മയെപ്പോലെ ആവാനൊന്നും ഇയാളെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ എന്ന് തങ്ങൾ സങ്കടത്തോടെ പറഞ്ഞു. ചോദിച്ചോളൂ, സൽനി ഹാജതക്. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, നബിയെ, ബനു ഇസ്രായേൽ കഴിഞ്ഞുപോയ ആ വല്യമ്മയുടെ കഥ എന്താണ്? ഞങ്ങൾക്കറിയില്ലല്ലോ, എന്താണത്? വമാ അജൂസു ബനി ഇസ്രായേൽ യാ റസൂലല്ലാഹ്. ബനു ഇസ്രായേൽ കഴിഞ്ഞുപോയ പ്രായമുള്ള ആ ഉമ്മയുടെ കഥ എന്താണ് നബിയെ? അന്നേരം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇന്ന നബിയല്ലാഹി മൂസ അലൈഹിസ്സലാം ലമ്മ അറാദ അൻ യുഫാരിഖ മിസ്ർ. മൂസ നബി അലൈഹിസ്സലാം മിസ്രികളായ ഈജിപ്തുകാരായ ബനു ഇസ്രായേലികളെയും കൊണ്ട് ഫലസ്തീനിലേക്ക് നാടുകടക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉലമാഉ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിലെ പണ്ഡിതന്മാർ മൂസ നബിയോട് വന്ന് പറഞ്ഞു, മൂസ നബിയെ, യൂസുഫ് അലൈഹിസ്സലാം മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന നാടാണിത്. യൂസുഫ് നബിയുടെ ഒരു വസിയ്യത്തുണ്ട്, നിങ്ങളെല്ലാവരും ഇവിടുന്ന് നാടുപേക്ഷിച്ചു പോകുന്ന പക്ഷം നിങ്ങൾ എന്നെയും കൂടെ കൊണ്ടുപോകണം എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ വസിയ്യത്തുണ്ട് മൂസ നബിയെ. അതുകൊണ്ട് യൂസുഫ് നബിയുടെ മയ്യത്ത് കണ്ടെടുത്ത് നമ്മൾ ഫലസ്തീനിലേക്ക് കൂടെ കൊണ്ടുപോകണം.
പുണ്യനബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയ, അംബിയാഇന്റെ ശരീരം ഭൂമിക്ക് തിന്നൽ ഹറാം ആണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല. അവരെങ്ങനെയാണോ മറവ് ചെയ്യപ്പെട്ടത് അങ്ങനെ തന്നെ ഖിയാമത്ത് നാൾ വരെ തശ്രീഫൻ വ തക്രീമ, അള്ളാഹു ആദരവും ബഹുമാനവും നൽകിയതിൻ്റെ പേരിൽ അവരുടെ ശരീരത്തിന് കേടുപാട് സംഭവിക്കില്ല എന്ന് പുണ്യനബിയുടെ ഹദീസുണ്ട്. അത് തന്നെയാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയും. പക്ഷെ ഖബർ എവിടെ നിന്ന് കണ്ടുകിട്ടും? ആർക്കും അറിയില്ലായിരുന്നു. അവർ പറഞ്ഞു, ഇസ്രയേലികളിൽ ഒരു അജൂസ്, ഒരു പ്രായമായൊരു ഉമ്മയുണ്ട്. ആ ഒരു ഉമ്മക്ക് മാത്രമേ അതിനെ സംബന്ധിച്ചുള്ള വിവരം അറിയൂ. മൂസ നബി അലൈഹിസ്സലാമും അനുയായികളും ആ ഉമ്മയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, മൻ യദുല്ലുനി അലാ ഖബ്രി യൂസുഫ്, യൂസുഫ് നബിയുടെ ഖബർ ആർക്കാണ് അറിയുന്നത്? ലാ യഅരിഫുഹു ഇല്ലാ അജൂസുൻ ഫീ ബനി ഇസ്രായീൽ. മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു ആ ഉമ്മയോട്, ഉമ്മ നിങ്ങൾക്ക് മാത്രമല്ലേ അതറിയൂ, ആ രഹസ്യം നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പൊ ആ ഉമ്മ പറഞ്ഞു, ലാ അദുല്ലുക ഹത്താ തുഅ്തിയനി സുഅലി വഹാജതി, എനിക്ക് ചില ആവശ്യങ്ങളുണ്ട് മൂസ നബിയെ, എൻ്റെ ചില ഡിമാൻഡുകളുണ്ട്. ആ ഡിമാൻഡ് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ചോദിച്ചു, വമാ ഹാജതുകി, എന്താ നിങ്ങളുടെ ആവശ്യം? അന്നകൂന റഫീഖതക ഫിൽ ജന്നഹ്, മൂസ നബിയെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആളല്ലയോ, അള്ളാഹുവിന്റെ റസൂലല്ലേ, അങ്ങയുടെ കൂടെ സ്വർഗത്തിലെത്തണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്, അത് സാധിപ്പിച്ചു തരുമോ? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ആ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തു. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഹിയ ഫിൽ ജന്നഹ്, ആ ഉമ്മ സ്വർഗത്തിലായിരിക്കും. എന്നിട്ട് ആ ഉമ്മ ഒരു ജലാശയം കാണിച്ചു കൊടുത്തു. ഈ തടാകത്തിലാണ് അതിൻ്റെ മൺകൂനയിലെ താഴെയായി യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ താബൂത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വെള്ളം വറ്റിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക, സ്ഥലം കാണിച്ചു കൊടുത്തു. അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ശരീരം ഒരു കേടുപാടുമില്ലാതെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ആ താബൂത്തുമായിട്ടാണ് പിന്നെ അവർ ഫലസ്തീനിലേക്ക് പോയത്. സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മഖാമിലേക്ക് കയറി ചെല്ലുമ്പോൾ വലതുഭാഗത്ത് താഴെ സയ്യിദന യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മഖാമുണ്ട്. നമുക്ക് സിയാറത്ത് ചെയ്യുകയാണെങ്കിൽ യൂസുഫ് നബിയും വാപ്പയായ യാക്കൂബ് നബിയും അവരുടെ ഉപ്പയായ ഇസ്ഹാഖ് നബിയും അവരുടെ ഉപ്പയായ ഇബ്രാഹിം നബിയും 4 നബിമാർ ഒരുമിച്ച് ഒരു പള്ളിയുടെ കോമ്പൗണ്ടിലാണ് ഫലസ്തീനിൽ. ഹിബ്രോൺ എന്ന് പറയും, അൽ ഖലീൽ എന്ന് പറയുന്ന സ്ഥലത്ത് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചത്, സല്ലി ഹാജതക് എന്നൊരു അറാബിയോട് തങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഒട്ടകവും ആടുകളും മതി എന്ന് പറയാൻ മാത്രം ഇദ്ദേഹം എന്തേ വളരെ നിലവാരം താഴ്ന്ന് ചിന്തിച്ചു പോയത്? ഇസ്രയേലിലെ ആ പെണ്ണ് ആ ഉമ്മ മൂസ നബിയോട് ചോദിച്ച പോലെ, നബിയെ എനിക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം വേണമെന്ന് ചോദിച്ചുകൂടായിരുന്നോ? എന്തേ അദ്ദേഹത്തിന് ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു അതിൻ്റെ ഒരു അധികാരം കൊടുത്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് നാവുകൊണ്ട് ആരെങ്കിലും സ്വർഗത്തിലാണെന്ന് പറഞ്ഞാൽ അവർ സ്വർഗത്തിലാണ്. പുണ്യനബി തങ്ങൾ മുശർരിആൻ, ശരീഅത്ത് നടപ്പാക്കുകയും ശരീഅത്ത് നിർമ്മിക്കുകയും ചെയ്യാനുള്ള അധികാരം അല്ലാഹു ഹബീബിന് കൊടുത്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ നബി തങ്ങളുടെ വുളു എടുക്കാനുള്ള വെള്ളം, ആ വുളുവുമായി കടന്നു വന്ന റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് തങ്ങൾ ചോദിച്ചു, സല്ലി യാ റബീഅ ഹാജതക്,
സല്ലി ഹാജതക യാ റബീഅ, റബീഅ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചോളൂ എന്ന് മഹാനായ ഹബീബിൻ്റെ സ്വഹാബിയും ഖാദിമുമായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി തങ്ങളോട് ചോദിച്ചപ്പോൾ മഹാൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. അത് ആ അജൂസ് ബനി ഇസ്രായേൽ പറഞ്ഞ മറുപടിയാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ അങ്ങയുടെ കൂടെ നാളെ സ്വർഗത്തിലാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹു നമുക്കും ആ സുഹബത്ത് നൽകട്ടെ. ഹബീബായ തങ്ങളുടെ മഅയ്യത്ത് അല്ലാഹു നൽകട്ടെ. പുണ്യ നബി തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടതും അല്ലാഹു നൽകുന്നതും ഈ ഒരു വലിയ പ്രതിഫലമാണ്, സ്വർഗമാണ്. പുണ്യ ഹബീബിൻ്റെ കൂടെ ജീവിച്ചവർക്ക് മുഴുവൻ അതിന് സാധ്യമായെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇജ്മാ എന്ന് പറയില്ല, എന്നാലും ഓരോ സ്വഹാബിയും സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ ആലിമീങ്ങളുണ്ട്. ഓരോ സ്വഹാബിയും സ്വർഗത്തിലാണ്. ഇബ്നു ഖുസൈമ തങ്ങളുടെ അഭിപ്രായം അതാണ്. പക്ഷേ ചില ഇമാമിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. തങ്ങൾ ജസ്മ് ചെയ്ത് പറഞ്ഞവരെ നമുക്കത് പറയാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അല്ലാഹു അലം. പക്ഷേ അവർ രക്ഷപ്പെട്ടവരാണ്. റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവരാണ്, അല്ലാഹു അവരെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊരു മഹത്വമാണ്. അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നതും നമ്മൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നതും രണ്ടിലും വ്യത്യാസമുണ്ട്. ഇത് രണ്ടും കൂടെ ലഭിക്കുക എന്നത് ഒരു മുഅ്മിന് ലഭിക്കുന്ന ദാലികൽ ഫൗസുൽ അദീം, ഏറ്റവും വലിയ പ്രതിഫലം. വറിദ്വാനും മിനല്ലാഹി അക്ബർ, അല്ലാഹു തൃപ്തിപ്പെടുക എന്നതാണ്. പുണ്യനബിതങ്ങൾ നമ്മളെ തൃപ്തിപ്പെടുക എന്നതാണ്. അല്ലാഹു അങ്ങനെ റബ്ബിൻ്റെ മഹബ്ബത്തും റിദ്വാനും നാളെ സ്വർഗവും ലഭിക്കാൻ കാരണമാകുന്ന ഒരു വലിയ അമലായി അള്ളാഹു നമ്മുടെ ഈ സദസ്സും ഇന്ന് നടക്കുന്ന ഈ പരിപാടികളൊക്കെ അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ. പുണ്യനബി തങ്ങളുടെ മദ്ഹും അവിടുത്തെ മഹബ്ബത്തും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഷീർ ഫൈസി ദേശമംഗലം അവറുകളുടെ ഈ ഒരു ദഅവത്ത് അണമുറിയാതെ തുടരട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. അള്ളാഹു അവർക്ക് നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകട്ടെ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. പുണ്യനബിയെ അങ്ങയുടെ കൂടെ നാളെ സ്വർഗത്തിലിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് റബീഅ. അബഗൈറ ദാലിക യാ റബീഅ, തങ്ങൾ ചോദിച്ചു റബീഅ വേറെന്തെങ്കിലും വേണോ? അപ്പൊ സ്വഹാബിമാർ പറയുന്നുണ്ട്, തങ്ങളെ കാണുമ്പോൾ നബി എനിക്ക് തുണി വേണം, എനിക്ക് പുതപ്പ് വേണം നബി, എനിക്ക് ഒട്ടകം വേണം, ഭക്ഷണം വേണം എന്ന് ചോദിച്ചിരുന്ന കാലമായിരുന്നു അത്. അതൊക്കെ റബീഅ തങ്ങൾക്ക് ആവശ്യമുണ്ട്. അദ്ദേഹം ഒരു പാവമായ സ്വഹാബിയാണ്. പക്ഷേ മഹാൻ ചോദിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ചോദ്യം അത് അദ്ദേഹത്തിൻ്റെ ഹിക്മത്താണ്, അള്ളാഹു നൽകിയ വലിയൊരു അറിവാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. ആ ഒരു ചോദ്യത്തിന് അവിടെ ഉത്തരമുണ്ട്. ഹബീബേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ കിടക്കണം. സ്വർഗത്തിൽ കിടക്കുക മാത്രമല്ല, അത് അങ്ങയുടെ കൂടെയായിരിക്കണം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ثوبان رضي الله عنه: ما بك يا ثوبان أبك من مرض. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഥൗബാനെ, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? എന്തേ നിങ്ങളുടെ തൊലി നിറം മഞ്ഞയായിരിക്കുന്നു, അല്ലാതെ മെലിഞ്ഞിരിക്കുന്നു എന്ന് ഹബീബിന്റെ സ്വഹാബിയോട്, ഥൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി തങ്ങൾ ചോദിച്ച നേരം ശാരീരികമായ അസുഖങ്ങളൊന്നുമില്ല നബിയെ, പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് എന്തോ ഒരു വേദന തോന്നി തുടങ്ങുന്നു.
അങ്ങയെ കാണാൻ ആഗ്രഹമുള്ള മുഴുസമയവും മസ്ജിദുൻ നബവിയിലോ ഖുബായിലോ ഞാൻ അങ്ങയെ കണ്ടുമുട്ടാറുണ്ട് നബിയെ. കണ്ണിറയെ അങ്ങയെ ഞാൻ നോക്കി കാണാറുണ്ട്. എൻ്റെ വീട്ടിലെത്തി മക്കളുടെ കൂടെ ഇരിക്കുമ്പോഴും എനിക്ക് അങ്ങയെ കാണണമെന്ന് തോന്നുമ്പോൾ മക്കളെ താഴെ വെച്ച് ഞാൻ അങ്ങയുടെ മസ്ജിദിലേക്ക് ഓടി വരാറുണ്ട് നബിയെ. അതങ്ങേക്കറിയുമല്ലോ. ഞാൻ ഓർത്തുപോവുകയാണ്, ഇദാ മിച്ച വമിച്ചു, നബിയെ അങ്ങ് വഫാത്താവുകയും ഞാനും വഫാത്താവുകയും ചെയ്താൽ, ഞാൻ സ്വർഗത്തിൽ കടന്നില്ല എങ്കിൽ അങ്ങയെ ഒരിക്കലും എനിക്ക് കാണുക സാധ്യമല്ലെന്നറിയാം. എങ്ങാനും സ്വർഗത്തിൽ ആണെങ്കിൽ തന്നെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ കൊണ്ടുപോയി അള്ളാഹു പാർപ്പിക്കുമല്ലോ. മഖാമും മഹ്മൂദിലേക്ക് അള്ളാഹു അങ്ങയെ ഉയർത്തുമല്ലോ നബിയേ. സ്വർഗത്തിന്റെ താഴെ തട്ടിലെങ്ങാനും കിടക്കുന്ന സൗബാനിന് അങ്ങയെ വന്ന് കാണാൻ നാളെ സ്വർഗത്തിൽ സാധിക്കില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് വേദന കൊണ്ട് മെലിയുകയാണ് നബിയെ ഞാനെന്ന് മറുപടി കൊടുത്ത സ്വഹാബിക്ക് ശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ ഒരു ആയത്താണ് മറുപടിയായി ഇറക്കിയത്. ആ ആയത്താണിത്. അങ്ങയെ നാളെ സ്വർഗത്തിൽ താഴെയുള്ളവർക്ക് മേലെ പോകാൻ കഴിയില്ല എന്നല്ലേ, മേലെയുള്ളവർക്ക് താഴെ വരാം. ഹബീബായ നബിയെ, അങ്ങ് സയ്യിദുൽ മുർസലീൻ, മുർസലീങ്ങളുടെ നേതാവാണ്. അഷ്റഫുൽ ഖൽഖി അജ്മഈൻ, അള്ളാഹുവിൻ്റെ സർവസൃഷ്ടികളെക്കാളും അങ്ങ് ഏറ്റവും ഉന്നതരുമാണല്ലോ. അങ്ങിരിക്കുന്നിടത്തേക്ക് സൗബാനിന് എത്താൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഹബീബേ, ഇന്ന് ഞാൻ അങ്ങയെ ഓടി വന്ന് കാണുന്ന പോലെ നാളെ സ്വർഗലോകത്ത് അങ്ങയുടെ ദർശനം എനിക്ക് സാധ്യമാവില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിന് വേദനയുണ്ട് എന്ന് പറഞ്ഞ സ്വഹാബിയുടെ സ്നേഹത്തിന് മറുപടി പറയാൻ അള്ളാഹുവിൻ്റെ വഹി വേണ്ടി വന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. അള്ളാഹുവിനെയും റസൂലിനെയും നെഞ്ചിലേക്ക് ഏറ്റെടുക്കുകയും ആ സ്നേഹത്തിൽ നിന്ന് അള്ളാഹുവിനോടും റസൂലിനോടും അനുസരണ കാണിക്കുകയും ചെയ്തവർ അവരൊരിക്കലും താഴെയല്ല. അവർ അംബിയാഇന്റെ കൂടെയാണ്, പ്രവാചകരുടെ കൂടെയാണ്. അവർക്ക് നാളെ അള്ളാഹുവിൻ്റെ ഹബീബിനെ കാണാൻ കഴിയുക തന്നെ ചെയ്യും. അവരംബിയാഇന്റെയും ശുഹദാഇന്റെയും സിദ്ദീഖീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെയാണ്. ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹം ചെയ്തവരുടെ കൂടെ കഴിയാൻ അള്ളാഹു അവർക്ക് ഭാഗ്യം നൽകും. അവർ താഴെയല്ല, അവർ മീതെ തന്നെയാണ്. വഹസുന ഉലൈക റഫീഖാ, അരികത്തിരിക്കാനും കൂടെ ഇരിക്കാനും സ്വാലിഹീങ്ങളും ശുഹദാക്കളും സിദ്ദീഖീങ്ങളും അംബിയാക്കളും കഴിച്ച് ആരാണ് വേറെയുള്ളത്? ഏറ്റവും നല്ല കൂട്ടുകാർ അവരല്ലയോ? അവരുടെ കൂടെ സൗബാനെ നിങ്ങളും ഉണ്ടാകുമെന്ന് ഹബീബായ നബി തങ്ങൾ മറുപടി പറഞ്ഞത് നിഷ്കളങ്കമായ ഹബീബിനോടുള്ള ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുരാഗത്തിൻ്റെയും തങ്ങളോട് എന്തെന്നില്ലാതെ തോന്നിയ ഊഷ്മളമായ സ്നേഹത്തിനും അള്ളാഹു നൽകുന്ന മറുപടിയാണത്. അള്ളാഹു അംബിയാഇന്റെ സുഹബത്തും നാളെ ഹബീബിന്റെ മഅയ്യത്തും അള്ളാഹുവേ അൻത മഅ മൻ അഹ്ബബ്ത എന്ന് അവിടുത്തെ ഹബീബ് പറഞ്ഞതനുസരിച്ച് റബ്ബേ ഫഇന്നാ നുഷ്ഹിദുക വനുഷ്ഹിദു ഹമലത അർശിക വമലായികതക വജമീഅ ഖൽഖിക അന്നനാ നുഹിബ്ബുക വനുഹിബ്ബു റസൂലക വസ്ഹബഹു വഅഹ്ല ബൈതിഹി. അല്ലാഹുവേ, നിന്റെ ഹബീബിനെയും അവിടുത്തെ അഹ്ലു ബൈത്തിനെയും അസ്ഹാബിനെയും അസ്വാജിനെയും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരാണ് റബ്ബേ ഞങ്ങൾ.
ഞങ്ങൾക്കും നിങ്ങൾ ആരെ സ്നേഹിച്ചിട്ടുണ്ടോ അവരുടെ കൂടെയാണ് എന്ന ഹബീബിന്റെ വചനത്തിന് അന്വർത്ഥമാക്കും വിധം നാളെ സ്വർഗ്ഗലോകത്ത് അല്ലാഹുവേ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഹബീബിന്റെ മുഹിബ്ബീങ്ങളായ സഹോദര സഹോദരിമാർ, പ്രായമുള്ളവർ, ഉപ്പമാർ, ഉമ്മമാർ, പണ്ഡിതന്മാർ, സാധാരണക്കാർ, അല്ലാഹുവേ വിദ്യാർത്ഥിനികൾ, ഞങ്ങളെല്ലാവർക്കും പ്രത്യേകിച്ച് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ബഷീർ ഫൈസി, അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരുമായി ബന്ധപ്പെട്ട മുഅ്മിനാത്തുകൾക്ക് നിന്റെ സ്വർഗത്തിൽ ഒരിടം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് നൽകണേ റബ്ബേ, ദീനിന്റെ ഖാദിമീങ്ങൾക്ക് നൽകണേ റബ്ബേ. ബഹുമാനപ്പെട്ട സമസ്തകളെ ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹല്ലുകളിൽ മദ്രസകളും പള്ളികളും ദീനീ സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന മഹല്ലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉമറാക്കളുണ്ട് റബ്ബേ. അല്ലാഹുവേ അനുഗ്രഹിക്കണമേ. അവഗൈറ ദാലിക യാ റബീഅ, വുദൂഇന്റെ വെള്ളം കൊണ്ട് കൊടുത്ത റബീഅ തങ്ങളോട് തങ്ങളെന്ന് ചോദിച്ചിട്ടുണ്ട്. റബീഅ, സ്വർഗത്തിൽ എൻ്റെ കൂടെ എന്നതിന് പകരം വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, എനിക്ക് അത് മതി. അതിനാണ് ഹബീബായ തങ്ങൾ മറുപടി കൊടുത്തത്, യാ റബീഅ അഇന്നി അലാ ദാലിക ബികഥറത്തി സുജൂദ് ഫഅഇന്നി അലാ ദാലിക ബികഥറത്തി സുജൂദ്. സ്വർഗത്തിൽ എൻ്റെ കൂടെ ഒരു ഇടം ഞാൻ അങ്ങേക്ക് തരാം. ഒരു ചെറിയ കാര്യം, നിങ്ങൾ എന്നെ സഹായിക്കണം. ഫഅഇന്നി അലാ ദാലിക ബികഥറത്തി സുജൂദ്. നെറ്റിത്തടം മുസല്ലയിൽ വെച്ച് അല്ലാഹുവിന് ചെയ്യുന്ന സുജൂദ്, സുന്നത്തായ നിസ്കാരങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കണമേ റബീഅ. നിങ്ങളുടെ ഈ ഉദ്ദേശം സാധ്യമാകാൻ അത് വളരെ അനുയുക്തമാണ്. നിങ്ങൾക്കത് എളുപ്പമാക്കി തരും. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണമേ എന്ന് റബീഅ തങ്ങളോട് പറയുന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങൾ ഹബീബായ നബി തങ്ങളെ കാണുന്നത് അങ്ങനെയാണ്. ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ളവർ, സങ്കടങ്ങൾ ബോധിപ്പിക്കാനുള്ളവർ, ശിക്വയും ശികായത്തും ബോധിപ്പിക്കാനുള്ളവർ. ഹബീബായ തങ്ങളോടല്ലാതെ സ്വഹാബികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് ആരോടാണ് ഈ ഭാരം ഇറക്കി വെക്കാൻ കഴിയുന്നത്? ഉമ്മത്തിന്റെ ശഫീഅല്ലയോ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറയിൽ വിചാരണയ്ക്ക് വേണ്ടി ഹബീബ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് നിർത്തുമ്പോൾ പുണ്യ നബിയെ തവസ്സുൽ ചെയ്യാൻ സർവ മുഅ്മിനും നിർബന്ധിതനാണ്. ദുനിയാവിൽ പോലും ഹബീബിനെ തവസ്സുൽ ചെയ്തിട്ടില്ലാത്തവർ ഹബീബായ നബി തങ്ങളെ ഇടതേടി അല്ലാഹുവിനോട് ചോദിക്കേണ്ടി വരും. ഹബീബിനോട്, പുണ്യ നബി തങ്ങളോട് ശിക്കായത്ത് പറയേണ്ടി വരും. ഹബീബേ, അല്ലാഹുവിനോട് പറയണേ ഒന്ന് വിചാരണ തുടങ്ങാൻ. ഹബീബേ, അല്ലാഹുവിനോട് പറയണേ വിചാരണ തുടങ്ങാൻ. എല്ലാ മുഅ്മിനീങ്ങളും അമ്പിയാക്കളുടെ പിന്നാലെ ഓടുന്ന ദിവസമാണത്. ഒന്ന് റബ്ബിനോട് പറയണേ എന്ന് ഹബീബിനോട് ഇടതേടേണ്ട ഒരവസ്ഥയിലേക്ക് ദുന്യാവിൽ ഇടതേടാത്തവർ പോലും എത്തിപ്പെടും നാളെ. ഹബീബായ നബി തങ്ങൾ അനശ്ശാഫിഉൽ മുശഫ്ഫഅ, ഞാൻ ശുപാർശ ചെയ്യുന്നവരാണ്, എൻ്റെ ശുപാർശ അല്ലാഹു സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയഹ്മിദുല്ലാഹ ബിമഹാമിദ, ഒരിക്കലും ഒരു പ്രവാചകനും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത ഹംദുകൾ അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് സുജൂദിൽ വീഴുന്നത്. യാ മുഹമ്മദു ഇർഫഅ റഅസക് സൽ തുഅത വശ്ഫഅ തുശഫഅ എന്ന് ആരോടാണോ പറയപ്പെടുന്നത് നബിയെ, തല ഉയർത്തുക, ചോദിച്ചോളൂ, അങ്ങേക്ക് നൽകപ്പെടും. ആർക്ക് വേണ്ടിയാണോ ശുപാർശ പറയേണ്ടത് അങ്ങ് പറഞ്ഞോളൂ, ആ ശുപാർശ ഇവിടെ സ്വീകരിക്കപ്പെടുമെന്ന് ആരോട് പറയപ്പെടുമോ ആ ഹബീബാണ് നമ്മുടെ യജമാനരും സയ്യിദുമായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ
സ്വഭാവ ഗുണങ്ങൾ, അവിടുത്തെ ശാരീരിക വർണ്ണനകൾ, ഷമായിൽ, പുണ്യനിബിതങ്ങളുടെ ഈ ഉമ്മത്തിനോടുള്ള റഹ്മത്ത്, ഹബീബിൻ നമ്മളോട് കാണിച്ച ഷഫഖത്ത്, ഇതിനൊക്കെ പകരം എന്താ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുക? നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് പോലും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന സ്വലാത്ത് പോലും പുണ്യനബിയോട് ഈ ഉമ്മത്ത് കടപ്പെട്ടിരിക്കുന്ന ശുക്ർ കൊടുക്കൽ മാത്രമാണ്. നമ്മുടെ പ്രാർത്ഥനയല്ല അത്. പ്രാർത്ഥനയാണ്, അതിൻ്റെ സ്വീക പ്രാർത്ഥനയാണ്. പക്ഷേ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് പ്രാർത്ഥനയല്ല. എന്തേ? നമ്മുടെ ശുപാർശയൊന്നും വേണ്ട. പുണ്യനബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യാൻ, നമുക്ക് ഹബീബുമായി ബന്ധിക്കാനുള്ള ഒരു പാലം പണിഞ്ഞതാണ് ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നത്. പുണ്യനിബിതങ്ങളെ മനസ്സുകൊണ്ട് ഹബീബിൻ്റെയൊക്കെ പുണ്യനിബിതങ്ങളിലേക്ക് മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്നത്. അള്ളാഹു നമ്മുടെ ഖൽബുകളെ ആ ഒരു ആത്മീയ ബാന്ധവത്തിലായി അള്ളാഹു സംരക്ഷണം നൽകി നിർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങൾ തമ്മിൽ റൂഹാനിയായൊരു ബന്ധമുണ്ട്, ആത്മാക്കൾ തമ്മിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധം നമ്മുടെ നാടോ ജില്ലയോ സംസ്ഥാനമോ ഭാഷയോ ഒരുപക്ഷെ ആശയ വ്യത്യാസങ്ങളോ മറികടന്നുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനൊരു ഈമാനിക ബന്ധമുണ്ട് മുഅ്മിനീങ്ങൾക്ക്. അത് ജീവിച്ചിരിക്കുന്നതിനേക്കാളും വലിയ ബന്ധമാണ് മരിച്ചവരുമായിട്ട്. മരിച്ചവരുടെ ലോകം റൂഹ് സ്വതന്ത്രമാകുന്ന ഒരു ലോകമാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ റൂഹും തമ്മിലുള്ള ബന്ധത്തിന് ദൂരം കുറയും. ജീവിച്ചിരിക്കുന്ന ഒരാളെ നമ്മൾ ചെന്ന് കാണണം, സമയമെടുക്കും. നമ്മുടെ ശരീരത്തിനകത്ത് റൂഹ് കിടക്കുന്നത് കൊണ്ട് റൂഹിന് നിയന്ത്രണങ്ങളുണ്ട്. നമ്മൾ അകലുമ്പോൾ വിചാരിക്കും നമ്മൾ അകന്നു എന്ന്. സത്യത്തിൽ ആത്മാവുകൾക്ക് അകൽച്ചയില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ സന്ദർശിക്കുകയാണെങ്കിലും മരിച്ചു കിടക്കുന്ന മഹാന്മാരെ പോയി സന്ദർശിക്കുകയാണെങ്കിലും ആ ബന്ധങ്ങളൊക്കെ ഈമാനിൻ്റെ ഉറവിടമായ മുത്തുനിബിതങ്ങളോടുള്ള ബന്ധമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ റൂഹുമായി നമുക്ക് ബന്ധിക്കാൻ സാധിക്കുന്ന ബന്ധം അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഓരോ സ്വലാത്തും ആ ബന്ധത്തെ ഏറ്റവും കനപ്പെട്ട ബന്ധമാക്കി മാറ്റുകയാണ് വേണ്ടത്. ആ സ്വലാത്തുകൾ പുണ്യനിബിതങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ അടുത്ത് നാളെ സ്വർഗലോകത്തടുത്തിരിക്കാൻ ഭാഗ്യമുള്ളവർ അക്തറുക്കും അലയ്യ സ്വലാത്ത, നിങ്ങളിൽ ആരാണോ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നത് അവരാണ് എന്ന് പറയുമ്പോൾ ആ സ്നേഹബന്ധം നമുക്ക് ഹബീബിനെ കാണാൻ കഴിഞ്ഞില്ല. ഹബീബിൻ്റെ ഒരു സദസ്സിൽ പോയിരുന്ന് ഹബീബിനെ നേരിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. പുണ്യനബിയതങ്ങളെ ഒന്ന് കൈപിടിക്കാൻ പറ്റിയിട്ടില്ല. അവിടുത്തെ ഒന്ന് കണ്ണു നിറയാനായിട്ടില്ല. പക്ഷേ ഈ സ്വലാത്തിൻ്റെ ബന്ധം കൊണ്ട് മുഅ്മിനീങ്ങളെ ഹബീബുമായി അല്ലാഹ് മുഹമ്മദ്, ഞാൻ നബിയായി വരുന്നതിൻ്റെ മുമ്പ് മക്കയിലൂടെ നടന്നു പോകുമ്പോൾ പാറക്കല്ലുകളുള്ള മലയിലൂടെ നടന്നു പോകുമ്പോൾ പാറക്കല്ലുകളുള്ള മലകളുള്ള മക്കയിൽ ഒരു വലിയ പാറക്കഷ്ണം എനിക്ക് കണ്ടാൽ അറിയും, അലിയേ കാനത്തു സല്ലിമു അലയ്യ, അതെന്നോട് പറയുമായിരുന്നു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലായവരെ അങ്ങേക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് റസൂലാകുന്നതിൻ്റെ മുമ്പ് യാ റസൂലല്ലാ എന്നൊരു ശബ്ദം ഒരു പാറക്കഷ്ണത്തിൽ നിന്ന് ഞാൻ കേൾക്കുമായിരുന്നു. അലിയേ, നിങ്ങൾ എൻ്റെ കൂടെ വരുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമായിരുന്നു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ ഒരു കല്ലിൻ കഷ്ണം ഹബീബിനോട് കാണിക്കുന്ന അനുരാഗം നോക്കൂ. വിശുദ്ധമായ ജബൽ ഉഹദ്, ഹാദിഹി ത്വാബതു വഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, മദീനയെ നോക്കി തങ്ങൾ പറയുമായിരുന്നു ഇത് ത്വയ്ബയാണ്, ഇത് ത്വാബയാണ്. മദീനക്ക് ത്വാബ എന്ന പേരുണ്ട്, ത്വയ്ബ എന്നും പേരുണ്ട്. ഇത് ത്വാബയാണ്. വഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഈ പർവ്വതം ഉഹദ് നമ്മളെ സ്നേഹിക്കുന്ന മലയാണ്. ഈ മലയോട് നമുക്കും സ്നേഹമുണ്ട് എന്ന് ഒരു പർവ്വതത്തോട് നോക്കി മദീനയിൽ കിടക്കുന്ന ജബൽ ഉഹദിലേക്ക് നോക്കി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലയോ? ആ മലയുടെ മുകളിൽ ഹബീബായ നബി തങ്ങളും സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും 4 പേര് ജബൽ ഉഹദിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ ഇർതജഫത്,
ഉഹുദ് മല ഒന്ന് വിറങ്ങലിച്ചിട്ടുണ്ട്, ഒരൽപ്പം ആനന്ദം കൊണ്ട് വിറച്ചു പോയിട്ടുണ്ട്, സന്തോഷം കൊണ്ട് വിറച്ചു എന്നാ പറയാ. ആ സമയത്ത് പുണ്യനബി തങ്ങൾ കാലുകൊണ്ട് ചവിട്ടിയില്ലയോ? ഉസ്ബുത് യാ ഉഹുദ്, ഉഹുദേ അനങ്ങാതിരിക്കൂ, ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. ഉഹുദേ, നിന്റെ മീതെ കയറി നിൽക്കുന്നത് നബിയാണ്, സിദ്ദീഖ് എന്നവരാണ്, 2 ശുഹദാക്കളുമാണ്. ആരാ 2 ശുഹദാക്കൾ? ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും. നടക്കാൻ പോകുന്ന സംഭവം പുണ്യനബി തങ്ങൾ കാലത്തെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹുദ് ഇങ്ങനെ വിറങ്ങലിച്ചത് ലിമഹബ്ബത്തിൻ നബി, പുണ്യനബി തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ. ഇത് മഹബ്ബത്താണ്. 5 നേരം നിസ്കരിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, നോമ്പ് വിൽക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മഹബ്ബത്ത് കൂടെയില്ലെങ്കിൽ ആ മനുഷ്യൻ റഅഫത്തില്ലാതെ, ആർദ്രതയില്ലാതെ വരണ്ട ഒരു മനസ്സിൻ്റെ ഉടമയായി മാറുകയാണ്. സ്നേഹത്തോടുകൂടെ ഇതൊക്കെ ചെയ്യുന്നവർ മഹബ്ബത്തൻ ലില്ലാ. നിസ്കരിക്കുന്നവരെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞു 4 തരത്തിൽ നിസ്കാരക്കാരുണ്ട്. ഒന്ന്, വുളൂവും നിസ്കാരത്തിൻ്റെ ഷർത്തുകളും ഫർളുകളും റുക്കുനുകളും സുന്നത്തുകളും ഒക്കെ കറക്റ്റ് ചെയ്യാതെ, മനസ്സുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാതെ നിസ്കരിക്കുന്നവർ, അവർക്ക് ശിക്ഷയുണ്ടെന്നാണ്. പിന്നെ ഷർത്തും ഫർളും റുക്കുനും നിസ്കാരത്തിൻ്റെ സ്ട്രക്ചർ വളരെ മനോഹരമാണ്. മനസ്സുകൊണ്ട് പിശാച്ചിൻ്റെ ചിന്തകൾ ഇങ്ങനെ വരുമ്പോൾ പിശാച്ചിൻ്റെ ചിന്തകളെ തട്ടിമാറ്റുക മാത്രമാണ് ചെയ്യുന്നത്. നല്ലത് ചിന്തിക്കാൻ നേരം കിട്ടുന്നില്ല. പിശാച്ചിൻ്റെ ചിന്തകൾ അള്ളാഹുലേക്ക് അടുക്കുന്ന നിസ്കാരക്കാരൻ ആരാണ്? ഹൃദയം കൊണ്ട്, കൽബ് കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് മാത്രം, ആ കൽബിൽ മലീഉൻ ബിമഹബ്ബതിഹി വഅളമതിഹി, അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹുവിനോടുള്ള സ്നേഹവും നിറഞ്ഞ കൽബുമായിട്ട് റബ്ബിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവർ. വസ്വാസ് വരുന്നില്ല, കൽബ് നിറയെ അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്, അള്ളാഹുവിനോടുള്ള ബഹുമാനമാണ്. ഇത് രണ്ടും മനസ്സിൽ നിറയെ കൊണ്ടുവന്ന് നിസ്കരിക്കുന്ന ഒരാളുടെ നിസ്കാരം കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുള്ളൂ. മറ്റേതൊക്കെ കൂലി വാങ്ങിപ്പോരാ, അടുപ്പം കിട്ടൂല. മുഖറബുൻ ഇലൈ, അള്ളാഹുലേക്ക് അടുക്കണമെങ്കിൽ കൽബിൽ ഈ സ്നേഹം നിറയണമെന്നാണ് പറഞ്ഞത്. അള്ളാഹു നമ്മുടെ നിസ്കാരങ്ങളൊക്കെ സ്വീകരിക്കുന്നതാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. ആകെ ഒരു 3 മിനിറ്റ്, മാക്സിമം 4 മിനിറ്റിൻ്റെ കഥയാണ് ഈ പറയണത്. ആ ഒരു 3-4 മിനിറ്റ് മുഴുവനായും കൽബ് കൊണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം കാണിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ്. അത് വലിയ പ്രയാസമായിരിക്കും അല്ലേ? അരമണിക്കൂർ 1 മണിക്കൂർ യോഗാഭ്യാസം ചെയ്യുന്നവന് ഒരു കോൺസെൻട്രേഷൻ ഒരു കുഴപ്പം വരുന്നില്ല. നിസ്കാരം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നിസ്കരിക്കുമ്പോഴേക്കും മനസ്സ് എവിടേക്കോ പോയിട്ട് വരാം. അതുവരെ പോകാത്തിടത്തൊക്കെ ആ സമയത്ത് പോകും. ഇബ്ലീസ് ഉണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതാണെന്നാണ്. കാരണം വേറെ ഒരു വിഷയത്തിലും കോൺസെൻട്രേഷന് ബുദ്ധിമുട്ടില്ല, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ മാത്രമേ ഇത് വരുള്ളൂ. യാ അല്ലാഹ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനിബിതങ്ങളെ പരിശുദ്ധമായ ഉഹുദ്, ഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബു, ഈ ജബലിനോട് നമുക്ക് സ്നേഹമാണ്, ആ ജബലിന് നമ്മളോടും സ്നേഹമാണ് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു മനോഹരമാണത്! പുണ്യനബി എന്തിനെയൊക്കെ സ്നേഹിച്ചുവോ അതിനോടുള്ള സ്നേഹം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനയിലെ ഒരു നെയ്ത്തുകാരൻ, ഒരു ഖയ്യാത്ത്, ടൈലർ, ഹബീബായ നബി തങ്ങളെ ദഅാഹു ഇലാ തുആം, ആ മനുഷ്യനുണ്ടാക്കിയ ഭക്ഷണം പുണ്യനബിയെ കഴിപ്പിക്കാൻ ഹബീബിനെ ക്ഷണിച്ചു വീട്ടിലേക്ക്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലേക്ക് പോവുകയാണ്. അനസ് തങ്ങൾ പറയുന്നു, ആ മനുഷ്യനുണ്ടാക്കിയ ഭക്ഷണത്തിൽ ദുബാ എന്ന് പറഞ്ഞാൽ മത്തൻ എന്ന് പറയും, ചൊരങ്ങാന്നും പറയും. വലിയ പ്രയാസമുണ്ട്. കാസർഗോട്ടേര് മലപ്പുറത്ത് പറയുന്ന ചുരങ്ങക്ക് മത്തങ്ങ എന്ന് പറയും, അവിടുത്തെ മത്തങ്ങയ്ക്ക് ഒരു ചുരങ്ങാന്നും പറയും. മത്തനാവാനാണ് സാധ്യത കൂടുതൽ എന്ന് പറയാം. കാരണം അല്പം ഉണങ്ങിയിട്ടും കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ആ നാടുകളിൽ ലഭ്യമാകാമായിരുന്ന ഒരു സംഭവം അതാണ്. ചുരങ്ങ ഒരു പക്ഷേ
ഉണങ്ങിക്കഴിഞ്ഞാൽ അത് കറി വെക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. നേരെ വെച്ച് മത്തൻ കുറച്ചുകൂടെ ഉണങ്ങിയാലും നിൽക്കാൻ, ഇത് രണ്ടിനും ദുബ എന്ന് പറയും. സാമാരെ കൂടെ ഉണ്ട് തിരുത്തണം. ചുരങ്ങയ്ക്കും മത്തനും പറയും, പംകിനും പിന്നെ ചുരങ്ങയ്ക്ക് എന്താ പറയുക എനിക്കറിയാം. ഇത് രണ്ടിനും ദുബ എന്ന് പറയും. അനസ് റളിയല്ലാഹു തങ്ങൾ പറയാണ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ ആ മത്തൻ്റെയോ ചുരങ്ങയുടെയോ അതിൻ്റെ അംശങ്ങൾ ഇങ്ങനെ നോക്കി കഴിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ മുതൽ എനിക്കത് ഇഷ്ടമായി, പിന്നെ ഞാനത് ഇഷ്ടപ്പെട്ടു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു പറയുന്നത്. ഇമാം തുർമുദി തങ്ങളുടെ റിവായത്തുണ്ട്, ചെറിയ ദുഅഫുണ്ടെന്നൊക്കെ പറയാറുണ്ട്, എന്നാലും അത് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. മത്തൻ്റെ വള്ളി കാണുമ്പോൾ ആ വള്ളി പിടിച്ചുകൊണ്ട് അനസ് എന്നവർ പറയുന്നുണ്ട്, എൻ്റെ ഹബീബ് കഴിച്ച ഭക്ഷണമാണ് വള്ളി, നിന്നിൽ ഉണ്ടാകുന്നത് എൻ്റെ ഹബീബിന് ഇഷ്ടമുള്ളതായിരുന്നു എന്ന് പറഞ്ഞ് ആ മത്തങ്ങയുടെയോ ചൊരങ്ങയുടെയോ ആ വള്ളി പിടിച്ച് അനസ് റളിയല്ലാഹു അൻഹു ആ സ്നേഹം ഓർത്തെടുക്കുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവിടെ മുതൽ എനിക്കത് ഇഷ്ടമായി എന്ന്. എന്തേ? അത് ഹബീബിൻ്റെ ഇഷ്ടമാണ്. ഹാദിഹി ത്വാബ, ഇത് മദീനയാണ്. വഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഈ പർവ്വതം ജബൽ ഉഹദ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നാം ഉഹദിനെയും സ്നേഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഴ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബിയെ ഞങ്ങൾക്ക് മഴ മതി എന്ന് മദീന പള്ളിയിൽ ഹബീബാ നബി തങ്ങൾ ഖുത്ബയോതുമ്പോൾ തങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞ ഒരു സ്വഹാബി, തങ്ങളോട് വന്ന് പരാതി പറഞ്ഞ സ്വഹാബി, അവിടുത്തെ പരിശുദ്ധമായ വിരലുകൊണ്ട് اللهم حوالينا ولا علينا اللهم على الأكام والجبال والضراب والأودية ومنابت الشجر എന്ന് പരിശുദ്ധമായ ഹബീബിൻ്റെ സബ്ബാബത്ത് കൊണ്ട് ആകാശത്തേക്ക് വിരൽ ചൂണ്ടുന്നു. അവിടെ ഒരു വട്ടം വരയ്ക്കുന്നു. ആ മേഘങ്ങൾ ചിന്നിച്ചിതറി പോകുന്നു, അങ്ങ് നിഷ്പ്രഭമാകുന്നു, കാണാതെയാകുന്നു. മദീനയിൽ പിന്നെ മഴ നിൽക്കുന്നു. മദീനയുടെ പരിസരത്ത് ഈ സുഹാബിയുടെ നാട്ടിൽ പിന്നെ മഴയില്ല. വേണ്ടെന്ന് പറഞ്ഞപ്പോൾ, അത് നിർത്തിവെക്കാനും മഴ വേണമെന്ന് പറഞ്ഞപ്പോൾ, അല്ലാഹുമ്മ അഗ്സിനാ റബ്ബേ ഞങ്ങൾക്ക് മഴ വേണമെന്ന് ആ പരിശുദ്ധമായ വിരലുകൾ ആകാശത്തേക്ക് ഉയർത്തി ചോദിച്ചപ്പോൾ മേഘങ്ങൾ വന്നതും വമാ ഫിസ്സമായി സഹാബിൻ, ഒരു മേഘത്തിൻ്റെ ഒരു പടലം പോലും ആകാശത്തില്ലായിരുന്നു. ഹബീബ് ദുആ ചെയ്തപ്പോഴാണിത് കിട്ടിയത് എന്നും സുഹാബിമാർ. ഞങ്ങൾക്ക് ചന്ദ്രനെ പിളർത്തി കാണിച്ചു തരണം, എങ്കിലേ വിശ്വസിക്കൂ എന്ന് പുണ്യനബി തങ്ങളോട് മുഅ്ജിസ് ആവശ്യപ്പെട്ടപ്പോൾ ഹബീബിൻ്റെ പുണ്യവിരലുകൊണ്ട് റബ്ബേ ഈ ചന്ദ്രൻ രണ്ട് പിളർപ്പാക്കി മാറ്റിത്തരണമെന്ന് പറഞ്ഞ ആ സംഭവത്തിൽ പുണ്യനിബിതങ്ങൾക്ക് വേണ്ടി ആ ചന്ദ്രൻ രണ്ട് പിളർപ്പായി മാറിയത്. പ്രപഞ്ചത്തിലെ ഓരോന്നും ഹബീബിന് വഴങ്ങിക്കൊടുക്കുന്ന വിധം അല്ലാഹു ഹബീബിൻ്റെ മഹത്വവും അദമത്തും നമുക്ക് കാണിച്ചു തരികയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്, ഉലമാ അങ്ങനെയാണ്, സാദാത്യങ്ങൾ അങ്ങനെയാണ്. ഹബീബായ പുണ്യനിബിതങ്ങളിൽ നിന്നും കിട്ടുന്ന ഒരു റഹ്മത്തുണ്ട്. അവർ റഹ്മത്ത് കൊണ്ടാണ് നടക്കുന്നത്. ഭൂമിയിൽ ആസകലം റഹ്മത്ത്. ഔലിയാക്കന്മാർ ഖൽബിൽ റഹ്മത്ത് നിറച്ച് നടന്നവരാണ്. എല്ലാവരോടും ഹാദാ ഖൽഖുല്ലാഹ്, അവരുടെ മനസ്സിൽ അങ്ങനെ വരൂ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളല്ലേ. ഏത് ജാതിയാണെങ്കിലും മനുഷ്യൻ അള്ളാന്റെ ഖൽഖല്ലയോ, ജന്തുജാലങ്ങൾ അള്ളാന്റെ ഖൽഖല്ലേ. പുണ്യനിബിതങ്ങളാണ് അതിന് കാരണം. അള്ളാഹു ഹബീബിനെ പറഞ്ഞയച്ചത് അർറഹ്മത്തുൽ മുഹ്ദാ, ലോകത്തിന് നൽകപ്പെട്ട ഓശാരമായി ഔദാര്യമായി അള്ളാഹു ലോകത്തിന് നൽകുന്ന അള്ളാഹുവിൻ്റെ മുത്തലഖൻ റഹ്മത്താണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റഹ്മത്ത് നമുക്ക് ശരീഅത്തിന്റെ നിയമങ്ങളിൽ പോലും റഹ്മത്താണെന്നാണ് പുണ്യനബി ഞങ്ങൾ പറഞ്ഞ അവാമിറുകളും നഹിയുകളും, ചെയ്യണം എന്ന് പറഞ്ഞതും ചെയ്യരുത് എന്ന് പറഞ്ഞതും, നിരോധനകളും കൽപ്പനകളും അതിലുപോലും റഹ്മത്താണ്. എല്ലാറ്റിലും റഹ്മത്ത്. ആ റഹ്മത്ത് കൊണ്ട് ഹബീബായ നബി തങ്ങൾ അങ്ങ് ലോകത്തെ ആവരണം ചെയ്യുകയാണ് ചെയ്തത്. ആ സ്നേഹത്തെ ഒന്നുകൂടെ നമ്മൾ മനസ്സുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നൊരു മുഹൂർത്തമാണിത്.
സ്നേഹം, പുണ്യനബിയോടുള്ള അദമ്യമായ മഹബ്ബത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാനുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സിദ്ദീഖ് എന്നവരെ കഴിച്ചിട്ടല്ലേ ബാക്കി ഹബീബിൻ്റെ സ്വാഹിബുഹു ഫിൽ ഗാർ. അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. പേടിച്ചു നിൽക്കുന്ന ഒരു മുഹൂർത്തം, ഒരു ഗുഹക്കകത്ത് കഷ്ടിച്ച് രണ്ടുപേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു ഗുഹക്കുള്ളിൽ ശത്രുക്കളുടെ നിരന്തരമായ അന്വേഷണങ്ങൾ, പുണ്യനിബിതങ്ങളെയും സിദ്ദീഖ് എന്നവരെയും അന്വേഷിച്ചുകൊണ്ടുള്ള വരവ് സൗർ ഗുഹയുടെ മുമ്പിൽ വരെ എത്തി നിന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് തങ്ങളോട് പറഞ്ഞത്. തങ്ങൾ പേടിച്ചതല്ല, സിദ്ദീഖ് എന്നവർക്ക് ഭയം വന്നു. നബിയേ, കാല് നോക്കൂ നബിയേ, അവരുടെ കാലുകളാണത്. നമ്മൾ അന്വേഷിച്ചു വന്നവരെ അവരെങ്ങാനും കാലിൻ്റെ ഭാഗത്തേക്ക്, താഴ്ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളവർ കാണുമല്ലോ. പേടിക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കല്ലേ ചെയ്യുക. തങ്ങളവിടുന്ന് സംസാരിച്ചു. സിദ്ദീഖേ, മാ ظنك باثنين الله ثالثهما. നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഇവിടെ എന്ന് തോന്നുന്നുണ്ടോ? നമ്മളുടെ കൂടെ മൂന്നാമനായി അല്ലാഹു ഇല്ലേ സിദ്ദീഖേ? പിന്നെ എന്തിനാ പേടിക്കുന്നത്? ലാ തഹ്സൻ, ദുഃഖിക്കരുത്, സങ്കടപ്പെടരുത്. ലാ തഹ്സൻ. മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണിത്. ഈമാൻ അനുസരിച്ച് ജീവിക്കുന്നത് ഒരു കനൽ കയ്യിൽ പിടിച്ച പോലെ ഉണ്ടാകും എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. സ്വല്ലല്ലാഹു ഖൽ ഖാബിദ് അലൽ ജംർ. തീക്കല്ലാരും കൈ പിടിച്ചിരിക്കും, അതിട്ട് ഓടൂലേ എന്ന പോലെ പെൺകുട്ടികൾ ഹിജാബ് അഴിച്ചു ഓടിത്തുടങ്ങും. ആൺകുട്ടികൾ നിസ്കാരം താഴെ വെച്ച് ഓടിത്തുടങ്ങും. ഇസ്ലാമിൻ്റെ ഷിആറുകൾ താഴെ വെച്ച് തുടങ്ങും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് കാലം നീങ്ങുമെന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ഈ ദീനിൻ്റെ സംരക്ഷണത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പങ്ക് നിർവഹിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഒന്നുമില്ല, കൂടെ നിൽക്കുന്ന ഒരാളോടൊരു നല്ലത് പറഞ്ഞു കൊടുക്കേ, ഒരു നല്ല കാര്യം അവർക്കൊന്ന് ഫോർവേഡ് ചെയ്യേ, ഒരു നല്ലതിലേക്ക് അവരെ ക്ഷണിക്കുകയോ ചെയ്തെങ്കിൽ പോലും അത് മതി. ഇൻഷാ അല്ലാഹ് ആ മനുഷ്യൻ്റെ മനസ്സിലൊരു ചെറിയ ചലനം നന്മയുടെ ഭാഗത്തേക്കുണ്ടെങ്കിൽ അതിന് അല്ലാഹു കൂലി തരും. കൽ ഖാബിദ് അലൽ ജംർ. പരീക്ഷണങ്ങൾ തത്റാ, അണമുറിയാതെ വരും. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, അത് തീരുമ്പോഴേക്കും അടുത്തത്. ഇങ്ങനെ വരുന്നൊരു കാലഘട്ടമാണ്. എന്തു വേണം? ഓർമ്മ വേണം. ലാ തഹ്സൻ. ദുഃഖിക്കേണ്ട സിദ്ദീഖേ, സങ്കടപ്പെടരുത് സിദ്ദീഖേ, ദുഃഖിക്കരുത്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹു നമ്മളോടൊപ്പമുണ്ട് സിദ്ദീഖേ. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ഈ ബോധം നമ്മുടെ ഖൽബിൽ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? നമ്മളാകെ നോക്കുക, ആ പാർട്ടി പോയാൽ നന്നാവോ, ശരിയാവോ, ഈ പാർട്ടിക്കാരെ നമ്മളെ സംരക്ഷിക്കോ, ഈ പാർട്ടിക്കാരെ നമ്മളെ നോക്കോ? അള്ളാഹുവിൻ്റെ ഹദ്റത്തിലേക്ക് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇന്നല്ലാഹ മഅനാ. ഈ പാർട്ടിക്കാരെയും അതിൻ്റെ മെമ്പർമാരും ഒക്കെ നിയന്ത്രിക്കുന്നത് മേലെന്നാണ്. പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. എല്ലാ ഖൽഖും അള്ളാഹുവിൻ്റെതാണ്. അവിടെ ആ ഒരു ഹെഡ് ഓഫീസിലേക്ക് നമ്മുടെ ഖൽബ് കൊടുക്കാൻ പറ്റിയാൽ, പുണ്യനിബിതങ്ങൾ അങ്ങേയറ്റത്തൊരു മഹബ്ബത്തിൻ്റെ, അനുരാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വലിയൊരു വിളംബരം നടക്കുന്ന ഒരു മുഹൂർത്തമാണ് ഗാർ സൗറിൻ്റേത്. സിദ്ദീഖ് എന്നവർ പുണ്യനബിയെ റളിയല്ലാഹു അൻഹു, ഹബീബായ തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നോക്കിയിട്ടാണ് ആ ഗുഹയിൽ ഇരുത്തിയത് നമുക്കറിയില്ലേ?
അപ്പൊ നമ്മുടെ കൽബിൽ ഈ ചിന്ത വേണം, ലാ തഹ്സൻ, ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ ഈ വിഷയം പറയാണ്. പുണ്യനബി തങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്, ശ്രദ്ധിക്കുന്നവരെ, എന്തിനാ നിങ്ങൾ ഈ പേടിക്കുന്നത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ഈ ഉമ്മത്തിന് പുണ്യനബി നൽകിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ദഅവത്തിന്റെ ഏറ്റവും വലിയ മഹത്വം അതാണ്. ആത്മധൈര്യം നബി തങ്ങൾ നമുക്ക് തന്നു. എവിടെയും നമുക്ക് ജീവിക്കാം, ആരെയും ഭയപ്പെടേണ്ടതില്ല. നല്ല മനുഷ്യരായി നല്ല ചിന്തയിൽ ഹബീബിനെ അനുകരിച്ച് ജീവിക്കുന്ന ഒരു മുഅ്മിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഫശഹാദത്തുൻ ഫീ സബീലില്ലാഹ്, ഇല്ലേ, അല്ലാഹുവിലേക്ക് നന്മയാർന്ന ഒരു ഹാത്തിമത്തിലൂടെ കടന്നു പോകാം, അല്ലെങ്കിൽ ഒരു ഷഹാദത്തിലൂടെ കടന്നു പോകാം. ഇത് രണ്ടുമല്ലാതെ രണ്ടും ഏറ്റവും നല്ല കാര്യങ്ങൾ. ഇതല്ലാതെ എന്താ മുഅ്മിന് വരാൻ പോകുന്നത്? പിന്നെന്തിനാ പേടിക്കുന്നത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, പേടിക്കേണ്ട സിദ്ദീഖേ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. സങ്കടപ്പെടരുത്. മദീനയിലേക്ക് ഹബീബായി തങ്ങൾ ഒളിച്ചും പാർത്തും പോകുന്ന നേരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം ഹബീബായ നബി തങ്ങൾ കണ്ടു. ചിലപ്പോൾ സിദ്ദീഖ് എന്നവർ ഹബീബിന്റെ മുമ്പിൽ, ചിലപ്പോൾ ബാക്കില്, പിന്നെ വലതുഭാഗത്ത് കാണും, പിന്നെ കാണും ഇടതുഭാഗത്ത്. അപ്പൊ തങ്ങൾ ചോദിച്ചു, സിദ്ദീഖ് എന്നവരെ, നിങ്ങൾ എന്താണ് ചില നേരത്ത് എൻ്റെ വലത്ത്, ചിലത്ത് എൻ്റെ മുമ്പിൽ, ചിലപ്പോൾ എൻ്റെ ബാക്കില്, എന്താ നിങ്ങൾ മാറി മാറി പൊസിഷൻ എന്തേ മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ, യാ നബി അല്ലാഹുവിൻ്റെ റസൂലേ, അദ്കുറുർ റസ്ദ്, അങ്ങയെ പാത്തിരിക്കുന്ന ശത്രുക്കളെങ്ങാനും മുമ്പിലുണ്ടോ എന്ന് എനിക്ക് ഓർമ്മ വരും. അപ്പൊ ഞാൻ അങ്ങയുടെ മുമ്പിൽ നടക്കും. വഖാഫു അലൈക ത്വലബ്, അങ്ങയെ അന്വേഷിച്ചു വരുന്ന മക്കക്കാർ പിന്നിന്ന് വരുമോ എന്ന് എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ പിന്നിൽ വരും. പിന്നെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കള് എവിടെന്നെങ്കിലും കടന്നു വരുമോ എന്ന്, ഗ്രാമങ്ങളുണ്ട് പോകുന്ന വഴികളിൽ, അങ്ങേക്ക് ഉപദ്രവം വരുമോ എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സൈഡുകൾ ഓരോന്നും അങ്ങയുടെ പല വശങ്ങളിൽ നിൽക്കുന്നത് നബിയേ, അങ്ങേക്കൊന്നും സംഭവിക്കാതിരിക്കാനാണ്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. തങ്ങൾ പറയുമായിരുന്നു, എനിക്ക് ഉപകാരം ചെയ്തു തന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ ഞാൻ തിരിച്ചുപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ട വിധം തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരാളേ ഉള്ളൂ, അത് സിദ്ദീഖാൻ. ലാ യുകാഫിഉക അലൈഹാ ഇല്ലല്ലാഹ്. സിദ്ദീഖേ, അതിന് മറുപടി, അതിന് പകരം അല്ലാഹുവിനെ തരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്കുള്ള വാതിൽ ഇല്ലാ ഖൗഖത്തു അബീ ബക്രിൻ, അത് മാത്രം തുറന്നു വെച്ചാൽ മതി, മദീന പള്ളിയുടെ ബാക്കി എല്ലാ വാതിലുകളും അടച്ചേക്കണം എന്ന് പുണ്യനബി തങ്ങൾ പറയുമ്പോഴും സ്നേഹം കൊണ്ട് ഹബീബിന്റെ കൂടെ നിന്ന് സിദ്ദീഖ് എന്നവരെ പുണ്യനബി തങ്ങൾ ഓർക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലഖറാബതുഹു, പുണ്യനബി തങ്ങളുടെ കുടുംബബന്ധം, ഹബീബായ നബി തങ്ങളുടെ കുടുംബം, ആ കുടുംബമാണ് എൻ്റെ കുടുംബത്തെക്കാളും എനിക്ക് വലുത് എന്ന് പറഞ്ഞത് സിദ്ദീഖ് തങ്ങളാണ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമുൽ അബ്ബാസ്, അബ്ബാസ് എന്നവർ മുസ്ലിമാകുന്നതാണ് എൻ്റെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടമായത് എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഉമർ എന്നവരും സമാനമായ വാക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട നബി തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന രംഗം, എൻ്റെ വാപ്പ ഖത്താബ് എന്നവരെ ഇസ്ലാം സ്വീകരിക്കുന്നതിനേക്കാളും എനിക്ക് വലുത് ഹബീബായ നബി തങ്ങളുടെ ബന്ധുവായ ഹബീബിൻ്റെ പിതൃ സഹോദരൻ അവർ ഇസ്ലാം സ്വീകരിക്കുന്നതാണ്. കാരണം അത് ഹബീബായ നബി തങ്ങൾക്ക് സന്തോഷമുണ്ടാക്കും. ആ സന്തോഷം എനിക്ക് കണ്ടാൽ മതി, അതാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട്
അകലെയാണെങ്കിലും മദീനയിലാണെങ്കിലും ഖൽബ് കൊണ്ട് അവിടേക്ക് എത്താൻ നമുക്ക് ഇപ്പോഴും സാധിക്കും. അത് അല്ലാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. അൻത മഅമൻ അഹ്ബബ്ത, നിങ്ങൾ ആരെ ഇഷ്ടപ്പെട്ടുവോ അവരോടൊപ്പമാണ് എന്ന് പറഞ്ഞ ഹദീസിനെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ ഫരിഹനാ ബിശൈഇൻ ഫറഹനാ, ഞങ്ങൾ ആരുടെ കൂടെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്, ആരെയാണോ സ്നേഹിക്കുന്നത്, നിങ്ങൾ അവരോടൊപ്പമാണ് എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ഈമാൻ ലഭിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും സന്തോഷമുള്ള വാക്കാണ്. എന്നിട്ട് മഹാനായ അനസ് എന്നവർ പറയുന്നുണ്ട്, ഞങ്ങൾ അല്ലാഹുവിനെ സാക്ഷി നിർത്തി പറയാൻ ഞങ്ങൾക്ക് ഹബീബിനെ ഇഷ്ടമാണ്, സിദ്ദീഖ് എന്നവരെ ഇഷ്ടമാണ്, ഉമർ എന്നവരെ ഇഷ്ടമാണ്. അവരോടൊപ്പം അവരുടെ കർമ്മങ്ങളെ പോലെ ആവാനൊന്നും ഞങ്ങളെ കൊണ്ടായില്ലെങ്കിലും അവർ പോകുന്നിടത്ത് കൂടെ ഞങ്ങൾ പോകുമെന്നല്ലേ, ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ അവരെയൊക്കെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ മഹാന്മാരായ സ്വഹാബിമാർ. അതുകൊണ്ട് ഈ സ്നേഹം നഷ്ടമാവില്ല. പ്രേമവും വഴിവിട്ട ബന്ധങ്ങളുമൊക്കെ സുപരിചിതമാകുന്ന ഒരു ലോകത്ത് സോഷ്യൽ മീഡിയകളൊക്കെ, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള വേദികളൊക്കെ പ്രേമബന്ധങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സെൽഫോണുകൾ ഇങ്ങനെയൊക്കെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴികളിലേക്ക് നമ്മുടെ ആ ഒരു ഏറ്റവും നല്ല മനുഷ്യ മനസ്സിൻ്റെ വികാരത്തെ പൈശാചികമായ ചെയ്തികളിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോകപ്പെടുമ്പോൾ ആ സ്നേഹം മദീനയിലേക്ക് പുണ്യനിബിതങ്ങളെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ആ ഹബീബിനെ ഒന്ന് കാണണം, ഹബീബിന്റെ ഹദീസ് പഠിക്കണം, ഹബീബിനിറങ്ങിയ പരിശുദ്ധമായ ഖുർആൻ ഓതണം, ഹബീബിന്റെ മേൽ സ്വലാത്തു ചൊല്ലണം, അവിടുന്ന് കൊണ്ടുതന്ന ചര്യകളെ പിൻപറ്റണം. അങ്ങനെ ഒരു സ്നേഹത്തിലേക്ക് നമ്മളതിനെ ഡൈവേർട്ട് ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിൽ എത്ര വലിയ വെളിച്ചമുണ്ടാകുമായിരുന്നു. നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ രീതികളും നമ്മുടെ പ്രകൃതങ്ങളും എത്ര നന്നായി തീരുമായിരുന്നു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ ഒരു സ്നേഹം അവിടേക്ക് കൊടുക്കേണ്ടതിൻ്റെ പകരം പിശാച്ച് തട്ടിയെടുക്കുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നഹ്നു ബനാതു മിൻ ബനിൻ നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദും മിൻ ജാരി. പരിശുദ്ധമായ മദീനയിലേക്ക് പുണ്യനിബിതങ്ങൾ കടന്നു വരുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാർ ത്വലഅൽ ബദ്റു ചൊല്ലി ഹബീബിനെ സ്വീകരിച്ചല്ലോ. ഇന്നും ആ പാട്ട് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ തിരമാലകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അലയൊടിക്കുന്നത് കാണാൻ കഴിയുന്നു. ആലോചിച്ചു നോക്കൂ, നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ചില ആളുകൾ, പുണ്യനബിയെ രണ്ട് കൈകളും മുന്നിട്ട് സ്വീകരിക്കുന്ന മദീനക്കാർ. طلعَ البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي. ആ വരവേൽപ്പ് കഴിഞ്ഞ് പുണ്യനിബിതങ്ങൾ ബനു നജ്ജാർ ഗോത്രക്കാരുടെ വീടിനരികിലൂടെ നടന്നു പോകുമ്പോൾ കുറച്ച് പെൺകുട്ടികൾ വീടിൻ്റെ മുകളിൽ മട്ടുപ്പാവിൽ കയറി നിന്ന് ചൊല്ലുകയാണ്, നഹ്നു ബനാതു മിൻ ബനി നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദുൻ മിൻ ജാരി. നബിയേ, ഞങ്ങൾ ബനു നജ്ജാറിലെ പെൺകുട്ടികളാണ്. പുണ്യനബിയേ, അങ്ങ് ഞങ്ങളുടെ നാട്ടിൽ വന്നു, അങ്ങ് എത്ര നല്ല മഹാനാണ്. ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. നഹ്നു ബനാതു മിൻ ബനി നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദുൻ മിൻ ജാരി. ആ കവിതകൾ ഇങ്ങനെ പാടുമ്പോഴേ ഇത് മദ്ഹാണ്. അതാണിപ്പോൾ മൗലിദ് കിതാബിൽ പറയണതും നമ്മൾ ചൊല്ലുന്നതും റബീഉൽ അവ്വലും ഒക്കെ ഇതിൻ്റെ ആവർത്തനങ്ങളല്ലയോ. പുണ്യനബി ഞങ്ങളിത് കേൾക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബാ നബി ഞങ്ങൾ മേലോട്ട് തല ഉയർത്തിയിട്ട് ചോദിച്ചു, അതുഹ്ബിബ്നനി,
പെൺകുട്ടികളെ, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമാണല്ലേ? അവർ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കങ്ങ് ഇഷ്ടമാണ് നബിയേ. അന്നേരം പുണ്യനബി അവർക്ക് മറുപടി കൊടുക്കാനും മറന്നില്ല. അന കദാലിക ഉഹിബ്ബുകുന്ന, അതുപോലെ എനിക്ക് മക്കളെ നിങ്ങളോടും സ്നേഹമാണ് എന്ന് ആ തിരക്കിനിടയിൽ ആ സ്നേഹത്തിന് മറുപടി കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തൊരു സ്നേഹത്തിൻ്റെ പാലം പണിയലാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് എൻ്റെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് എനിക്ക് എത്തിച്ചു തരുന്ന പ്രത്യേകമായ മലക്കുകളുണ്ടെന്നും ആരാണോ ചൊല്ലിയത് അവരുടെ മാതാപിതാക്കൾ ആരോ, അവരുടെ തറവാടേതോ നാടേതോ എന്ന് എനിക്ക് അല്ലാഹുവിൻ്റെ മലക്കുകൾ പറഞ്ഞു തരുന്നുണ്ടെന്നും അതിന് ഞാൻ മറുപടി പറയുമെന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മൊബൈൽ ടവറിലൂടെ കോടിക്കണക്കിന് കോളുകൾ, കണക്ഷനുകൾ ഇടം തെറ്റാതെ കടന്നു പോകാൻ കഴിയുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ സംവിധാനം, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സംവിധാനത്തിലൂടെ പുണ്യനബി ഞങ്ങൾക്കത് അറിയിച്ചു കൊടുക്കാൻ അള്ളാഹുവിന് എന്ത് പ്രയാസമാണുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ഖൽബ് കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമല് അള്ളാഹുവിനെയും അവിടുത്തെ ഹബീബിനെയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും തന്നെയാണ്. മദീന പള്ളിയിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബയോതുന്ന മിമ്പർ, ആ മിമ്പറിലെ 3-ാമത്തെ പടിയിൽ നിന്നുകൊണ്ടാണ് തങ്ങൾ ഖുതുബയോതിയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞപ്പോൾ 1-ാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറുകയാണ്. ത്വാലമാ ഖാമ ഫീഹി റസൂലുള്ളാഹ്, പുണ്യനബി എത്രയോ നിന്ന ആ ഒരു നിൽപ്പിലേക്ക്, ഇടത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയാതെ ഒന്ന് കയറി 2-ാമത്തെ സ്റ്റെപ്പിൽ നിന്നു സിദ്ദീഖെന്നവരെ. 3-ാമത്തെ സ്റ്റെപ്പിലേക്ക് കയറി നിൽക്കുമ്പോ അത് ഹബീബ് നിന്ന സ്ഥലമല്ലയോ. ഇജ്ലാലൻ റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളോട് ബഹുമാനം കാണിച്ചുകൊണ്ട് തങ്ങൾ കാലുവെച്ചിടത്ത് കാലുവെക്കാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിന്റെ 2-ാം പടിയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ മഖാമി ഹാദാ, ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുതുബ തുടങ്ങാൻ പോവുകയാണ്. ഫഖനഖതുൽ അബ്റ, കണ്ണുനീര് വന്ന് സങ്കടം വന്ന് പറയാൻ കഴിഞ്ഞില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർത്തിവെച്ചു. ഏതാനും സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു, ഞാൻ നിൽക്കുന്ന ഇതേ മിമ്പറിൽ നിന്നുകൊണ്ടല്ലയോ പുണ്യനബി പറഞ്ഞത്, ഞാൻ അവിടെ നിന്ന് പറയുന്നത് കേട്ടിരുന്നു എന്ന് ഹബീബിന്റെ ഹദീത്ത് പറയാൻ പോകുമ്പോ വീണ്ടും തൊണ്ടയിൽ കുടുങ്ങുകയാണ്, സംസാരിക്കാൻ കഴിയുന്നില്ല. സങ്കടം കൊണ്ട്, കണ്ണുനീര് കൊണ്ട് തൊണ്ട ഇടറുകയാണ്. 3-ാമത്തെ തവണയും മഹാനവറുകൾ ഒരു വിധം പറഞ്ഞൊപ്പിച്ചു, ഇന്നല്ലാഹ മാ അഅതാ അഹദൻ ശൈഅൻ അഅളമ മിനൽ അഫ്വി വൽ ആഫിയ ഫസലൂഹ അല്ലാഹ അസ്സ വജൽ. അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ 2 സൗഭാഗ്യങ്ങളുണ്ട്. ഒന്ന് അൽ അഫ്വ്, അല്ലാഹു നൽകുന്ന മാപ്പാണ്. വൽ ആഫിയ, ഒരു മനുഷ്യന് ഫിത്നകളിൽ പെടാതിരിക്കാനുള്ള ഭാഗ്യം, ആരോഗ്യം. ആളുകളുടെ, ജനങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന ഫിത്നകൾ, മറ്റിടങ്ങളിൽ നിന്ന് വരുന്ന ഫിത്നകൾ, ദീനിലും വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും വരുന്ന ഫിത്നകൾ, ആ ഫിത്നകളിൽ നിന്ന് അല്ലാഹു നൽകുന്ന മോചനത്തിന് ആഫിയത്ത് എന്ന് പറയും. ആഫിയത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. ശരീരത്തിൽ അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ഉലമാഇനെ, സദാത്തിനെ, ദീനിന്റെ ഖാദിമീങ്ങൾക്ക് മുഴുവൻ അഫ്വ് കൊണ്ടും ആഫിയത്ത് കൊണ്ടും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നല്ലാഹ മാ അഅതാ അഹദൻ ശൈഅൻ അഅളമ മിനൽ അഫ്വി വൽ ആഫിയ ഫസലൂഹ അല്ലാഹ അസ്സ വജൽ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ, അഫ്വും ആഫിയത്തും ചോദിച്ചോളൂ. ഇത് പറഞ്ഞത് നബി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഹദീസ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറയാൻ കഴിയാതെ തൊണ്ടയിടറി, പറയാൻ കഴിഞ്ഞില്ല എന്നാണ്. ഇത് നമ്മുടെ സലഫ് സ്വാലിഹീങ്ങളിൽ കാണുന്ന വലിയൊരു മഹത്വമാണ്. ഹദീസ് പറയുമ്പോൾ
കണ്ടമിടറിപ്പോവുക. ഹദീസ് പറയുമ്പോൾ അവർ പേടിച്ചു പോവുക. ഇമാം മാലിക് എന്നവരുടെ ഉസ്താദാണ് മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി തആല അലൈഹി. മാലിക് എന്നവർ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള മഹാനാണ് അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അയ്യൂബ് സഖ്തിയാനി തങ്ങളെക്കുറിച്ച് മാ ഹദ്ദസ്തുക്കും അഹദൻ ഇല്ലാ വ അയ്യൂബ് സഖ്തിയാനി അഅ്ളമു മിൻ. ഞാൻ നിങ്ങൾക്ക് ആരെക്കുറിച്ചെല്ലാം എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അയ്യൂബ് സഖ്തിയാനി അതിലും വലിയ മഹാനാണ് എന്ന് മഹാനായ മാലിക് എന്നവർ പറഞ്ഞിട്ടുണ്ട്. മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി മുഅത്തയുടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. എന്നിട്ട് മാലിക് എന്നവർ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുക. മാലിക് ഇമാം പറയാണ്, അയ്യൂബ് സഖ്തിയാനി വലിയ കറാമത്തുള്ള മഹാനാണ്. കൂടെ ഹജ്ജിന് വന്ന ആൾക്കാരോട് നേരിട്ട് ചോദിച്ചതാണ്, കറാമത്ത് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചിലർ പറഞ്ഞിട്ടുണ്ട്, ചിലർ പറഞ്ഞു ഇല്ല. എന്നാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. മക്കയിലെത്തി. അവർ ദൂരെ നാട്ടിൽ നിന്ന് കടന്നു വരുന്ന യാത്രക്കാരാണ്. വെള്ളം വേണം. ഒരു പാറയിൽ, ഉണങ്ങിയ പാറയിൽ വിരൽ വെച്ചിട്ട് മഹാൻ കറാമത്ത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇതാ കണ്ടോളൂ, അള്ളാഹുവെ ഞങ്ങൾക്ക് വെള്ളം വേണം പടച്ചവനെ. വിരലെടുത്തു. ആ പാറയിൽ നിന്ന് വെള്ളം ഒഴുകി വന്നു. കൂടെയുള്ള മുഴുവൻ ആളുകൾ കുടിക്കാൻ വേണ്ടി പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ ഡിങ്കൻ കഥ എന്ന് പറയും. മുഅ്മിനീങ്ങൾ കറാമത്ത് വിശ്വസിക്കുന്നവരാണ്. മുഅ്മിനീങ്ങൾ മുഅ്ജിസത്ത് വിശ്വസിക്കുന്നവരാണ്. ഇല്ലാത്തത് പറഞ്ഞാൽ പിന്നെ അത് പറഞ്ഞേക്കും. പക്ഷെ ഉള്ളതുപോലെ തന്നെ മനസ്സിലാക്കണം. മുഅ്ജിസത്തും കറാമത്തും ഈ ഉമ്മത്തിന് അല്ലാഹു മഹത്തുക്കളെ മനസ്സിലാക്കി തരാൻ തന്ന അലാമത്തുകളാണ്. കുടിച്ചോളൂ എന്ന് പറഞ്ഞു. എല്ലാവരും കുടിച്ചു. മഹാൻ പിന്നെ പറഞ്ഞു, പോരെ, എല്ലാവരും വെള്ളം എടുത്തില്ലേ, മതി. ഒന്നുകൂടെ വിരൽ വെച്ച് അവിടെ തന്നെ ആ വെള്ളം അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഈ സംഭവം ഞാൻ മരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ, ആരോടൊപ്പം പറയേണ്ടത്. ആ മഹാനാണ് അയ്യൂബ് സഖ്തിയാനി തങ്ങൾ. പക്ഷേ മഹാൻ ഹദീത്ത് പറയാറുണ്ട്. ആ ഹദീത്ത് ഇമാം മാലിക് എന്നവർ സ്വീകരിക്കുന്നതിന് എപ്പോഴാണെന്നറിയോ? മാലിക് എന്ന് പറയാം, ഞാൻ കേട്ടു, സമിഅ്തു അൻ അയ്യൂബ് സഖ്തിയാനി തങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ ഹദീത്ത് സ്വീകരിക്കണോ വേണ്ടേ എന്ന് എനിക്കവരൊന്ന് പരീക്ഷിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവർ ഹജ്ജിന് വന്നു. ഞാനും വന്ന് ഹജ്ജിനുണ്ട്. ഞാൻ അയ്യൂബ് സഖ്തിയാനിയെ ശ്രദ്ധിച്ചു നോക്കും. ഹജ്ജിന് ദൂരെ നിന്ന്, അൻബുഅദിൻ, മഹാൻ എന്നെ കാണുന്നില്ല, ഞാൻ ദൂരെയാണ്. ഞാൻ അയ്യൂബ് സഖ്തിയാനിയെ വീക്ഷിച്ചു നോക്കുമ്പോ ഞാൻ അവരിന്നൊരു സ്വഭാവം കണ്ടു. കുല്ലമാ ദുകിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്ഹശ ബിൽ ബുകാ. പുണ്യനബി തങ്ങളുടെ പേര് പറയപ്പെടുമ്പോൾ മസ്ജിദുൽ നബവിയിൽ, മസ്ജിദുൽ ഹറാമിൽ, മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ ഇരിക്കുന്ന മഹാനവറുകൾ, ചുറ്റുവട്ടത്തും ഇരിക്കുന്ന ഹദീസ് പണ്ഡിതന്മാർ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഖാല റസൂലുള്ളാഹി എന്ന് പറയുമ്പോഴേക്കും പൊട്ടിക്കരയും. ആളുകൾ വന്ന് സമാധാനിപ്പിക്കണം. പിന്നെ അങ്ങനെ അങ്ങ് കരഞ്ഞു പോകും. അത്രക്ക് ഹബീബിന്റെ പേര് കേൾക്കുമ്പോഴേക്കും മനസ്സിൽ അണമുറിയാത്ത സ്നേഹമുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷമാണ് അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീത്ത് ഞാൻ അവിടെ മുതലാണ് ഞാൻ അവരിൽ നിന്ന് ഹദീത്ത് സ്വീകരിച്ചത്. ആ ഹുബില്ലാതെ വെറുതെ അങ്ങനെ പറയുന്നു, അതൊന്നും എനിക്ക് വേണ്ട. ഹുബ്ബ് ഖൽബിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീത്ത് വളരെ കുറഞ്ഞ റിവായത്തുകളേ ഉള്ളൂ, എന്നാലും ഞാനത് സ്വീകരിച്ചു. അയ്യൂബ് സഖ്തിയാനിയിൽ നിന്ന് ഹദീത്ത് സ്വീകരിക്കാൻ ഇമാം മാലിക് എന്നവർ കണ്ട നിബന്ധന മഹബ്ബത്തു റസൂലില്ലാ, ഹബീബായ നബി തങ്ങളോടുള്ള സ്നേഹം ഖൽബിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ്. മാലിക് എന്നവർ അങ്ങനെയായിരുന്നു. ഹദീത്ത് ഓതുമ്പോൾ കരയും. അപ്പോൾ ശിഷ്യന്മാരൊക്കെ പറയും, ഉസ്താദ് നിങ്ങൾ എന്തിനായി കരയുന്നത്? അന്നേരം മാലിക് എന്നവർ പറഞ്ഞു, എൻ്റെ ഉസ്താദിനെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, മഹാനായ അല്ലാമ മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി തആല അലൈഹി, എൻ്റെ ഗുരുനാഥൻ ഹദീത്ത് പറയുമ്പോൾ ആ ഹദീത്ത് ഖാല റസൂലുള്ളാഹി എന്ന് പറയുമ്പോഴേക്കും പൊട്ടിക്കരഞ്ഞു വീഴാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ താങ്ങി നിർത്താറാണ് മഹാനായ മുഹമ്മദ് മുൻകദിർ എന്നവരെ. ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടില്ലല്ലോ, അതുകൊണ്ടാണ് എൻ്റെ ഗുരുനാഥന്മാർ ഇതിലും വലിയ സ്നേഹം ഹബീബിനോട് കാണിച്ചവരായിരുന്നുവെന്ന് മഹാനായ മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. യാ അല്ലാഹ്, അല്ലാഹു മഹബ്ബത്ത് ഖൽബിൽ നൽകട്ടെ. നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നതും
നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് കടഞ്ഞെടുക്കാനാണ്. അവിടങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പല മാലിന്യങ്ങളെയും ഒന്ന് എടുത്തു മാറ്റി തൽസ്ഥാനത്ത് ഹുബ്ബു റസൂലില്ലാഹ്, ഹബീബായ തങ്ങളോടുള്ള സ്നേഹം ഖൽബിൽ നിറച്ചു വെക്കാനാണ്. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ വഫാത്തിന് ശേഷം മദീന വിട്ട് ഷാമിൽ പോയ മഹാനാണ്. എന്തേ? ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പുണ്യനബി ഞങ്ങൾ കിടക്കുന്ന ഇടം, അവിടെ പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. ഹബീബിനെ മിസ് ചെയ്യുകയാണ്. അങ്ങനെ ഷാമിലേക്ക് പോയി 1000 കിലോമീറ്റർ അപ്പുറത്തേക്ക് അവിടെ ചെന്ന് താമസമാക്കി. ഇടക്ക് മദീനയിൽ വരും. ഒരിക്കൽ പുണ്യനബിയെ സ്വപ്നം കണ്ടു വന്നിട്ടുണ്ട്, ചരിത്രം നിങ്ങൾക്കറിയാം. മാ ഹാദൽ ജഫാഉ യാ ബിലാൽ. ബിലാൽ എന്നവർ വാങ്ക് വിളിക്കുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദൻ, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മുഴുവൻ പറയാൻ കഴിയാതെ മഹാൻ തളർന്നു വീഴുമായിരുന്നു. ആ വാക്കുകൾക്കുള്ള ഒരു ബഹുമാനമാണത്. അതുകൊണ്ടാണ് പുണ്യനബിയെ പറയുമ്പോൾ ഈ പ്രവാചകൻ, അങ്ങനെ പ്രവാചകൻ എന്ന് പറഞ്ഞു പോവുക. ഒന്നുകിൽ പ്രവാചകർ സ്വല്ലല്ലാഹു, ഒരു സാന്നെങ്കിൽ 2 ബ്രാക്കറ്റിലിടുക. പ്രവാചകൻ അങ്ങനെ പറഞ്ഞു. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പ്രവചിക്കുന്നവർക്കൊക്കെ പ്രവാചകൻ എന്ന് പറയും. നമ്മുടെ നബി തങ്ങളെ നബി എന്ന വാക്കിനെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ അങ്ങനെ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിച്ചൊരു പ്രവാചകൻ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ അനാദരവുള്ളൊരു പ്രയോഗമായി പോകും. പ്രവാചകർ സ്വല്ലല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു മുഅ്മിന് പറയാൻ കഴിയും. പള്ളിയിലൊക്കെ മിമ്പറുമൊക്കെ ഖുത്ബ ഓതുന്ന മനുഷ്യന്മാരുണ്ട്. പച്ച മലയാളത്തിൽ ഖുത്ബ ഓതിട്ട് പ്രവാചകൻ അങ്ങനെ പറഞ്ഞു. സിദ്ദീഖ്, ഉമർ, ആരാ ഇവരൊക്കെ? അശറത്തുൽ മുബശ്ശരീൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സ്വഹാബത്തു റസൂലില്ലാഹ് റിദ്വാനുല്ലാഹി അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. അവർക്ക് റളിയല്ലാഹു അൻഹു തർളിയത്ത് ചൊല്ലാതെ എങ്ങനെയാണ് ആ വാക്കുകൾ പറയാൻ കഴിയുന്നത്? സ്വലാത്ത് ചൊല്ലാതെ എങ്ങനെയാണ് ഹബീബിന്റെ പേര് പറയാൻ കഴിയുക? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സ്നേഹം വാക്കുകളിൽ മാത്രമുള്ളതല്ല. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. സ്നേഹം സത്യമായിരുന്നുവെങ്കിൽ, സ്നേഹിക്കുന്ന ഒരാൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവർക്ക് വഴിപ്പെടുന്നവനല്ലയോ? അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇന്നത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഖലാസ്, പിന്നെ ഇവിടെ വേറൊരു നെഗോസിയേഷൻ ഇല്ല. തങ്ങൾക്കിത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് പേഴ്സണലി നമുക്ക് ഇഷ്ടമല്ലെങ്കിലും തങ്ങൾക്കത് ഇഷ്ടമാണ് എങ്കിൽ എനിക്കത് ഇഷ്ടമാണ്. അങ്ങനെയല്ലേ പറയാൻ കഴിയൂ? എന്താണോ ഹബീബിന് ഇഷ്ടമായത് അതിഷ്ടം. ഇന്ന മിൻ അശദ്ദി ഉമ്മതി ലീ ഹുബ്ബാ, എന്നോട് ഏറ്റവും സ്നേഹമുള്ള ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വരാനുണ്ട്. യകൂനൂന ബഅദി, എൻ്റെ കാലശേഷം വരാൻ പോകുന്ന ഒരുപാട് മുഹിബ്ബീങ്ങൾ ഈ ഉമ്മത്തിന് വരാനുണ്ട്. തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പറയുന്ന ക്വാളിറ്റി നമ്മളിലുണ്ടോ എന്ന് നോക്കുക. യവദ്ദു അഹദുഹും, അവരോരോരുത്തരും കൊതിച്ചു പോകും. ലൗ യറാനി ബി അഹ്ലിഹി വമാലിഹി, സമ്പത്ത് ചെലവഴിച്ചാലോ മക്കളെ തന്നെ കൊടുത്താലോ അതിന് പകരം എന്നെ കാണാൻ പറ്റുമെങ്കിൽ എല്ലാം ത്യജിച്ച് എന്നെയൊന്ന് കാണാൻ കൊതിച്ചു പോകുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വരാനുണ്ട്. അവരാണ് എന്നോട് ഏറ്റവും വലിയ ഹുബ്ബുള്ളവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കാണണമെന്ന് ഖൽബ് കൊണ്ട് കൊതിയുണ്ടാകും. സമ്പത്ത് കൊടുത്തിട്ടോ മക്കളെ കൊടുത്തിട്ടോ കുടുംബം ഏൽപ്പിച്ചിട്ടോ അതിന് പകരം തങ്ങട്ടെ അമ്മാവൻ്റെ കൽബിലൊന്ന് ഈമാൻ ഉണ്ടാവട്ടെ, അമ്മാവൻ്റെ കൽബിലൊന്ന് ഈമാൻ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് 2-3 കൊല്ലം ആ കരിമ്പടം കൊടുത്തപ്പോൾ പകുതി മുറിച്ചിട്ട് ഒന്ന് അരയിൽ ചുറ്റി ഒന്ന് തോളിൽ ഇടുകയും ചെയ്തു. ഉപ്പായൊന്നുമില്ല. ആ കരിമ്പടം പുതച്ചുകൊണ്ട് മദീനത്തേക്ക് പോയി. ഉടുത്തത് മുഴുവൻ കൊടുത്തു അമ്മാവന്, എല്ലാം വെച്ചു കൊടുത്തു. അവിടെ 5 ഫിൽസ് കയ്യിലില്ലാതെ മദീനത്തേക്ക് രാത്രിക്ക് രാത്രി യാത്ര ചെയ്തു. മദീന പള്ളി അന്ന് രാത്രിയാണപ്പോൾ ആരുമില്ല. മദീന പള്ളിയുടെ ഒരു മൂലയിൽ പോയി ഒന്ന് കിടന്നു മഹാനായ ഈ സ്വഹാബി. ചെറുപ്പക്കാരനായിരുന്നു. രാവിലെ നേരം വെളുത്തപ്പോൾ
ഈ സുഹാബിയെ കണ്ടു നബി തങ്ങൾ സുഹാബത്തിനിടയിൽ. ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? പേരുനാടൊക്കെ പറഞ്ഞു കൊടുത്തു. തങ്ങൾക്ക് വല്ലാത്ത വേദന തോന്നി. തങ്ങൾ പറഞ്ഞു, അൻത അബ്ദുല്ലാഹി ദുൽ ബജാദൈൻ. ഇനി നിങ്ങളുടെ പേര് അബ്ദുല്ലാഹി ദുൽ ബജാദൈൻ. ദുൽ ബജാദൈൻ എന്നാണ് നിങ്ങളുടെ പേര് എന്ന് പറഞ്ഞു. യാ അല്ലാഹ്, ദുൽ ബജാദൈൻ 2 കരിമ്പടം കഷ്ണം പുതച്ച ആള്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അരികത്തേക്ക് വരണം. ഉഖ്രിമുക മഅ അദ്യാഫി. എൻ്റെ അതിഥികൾ വരുമ്പോ ആ അതിഥികളോടുകൂടെ ഞാൻ അങ്ങയെയും സൽക്കരിക്കും, സ്വീകരിക്കും. അതുകൊണ്ട് മാറി നിൽക്കരുത് കേട്ടോ, എൻ്റെ കൂടെ നിൽക്കണേ. നിങ്ങൾക്ക് വസ്ത്രം, നല്ലൊരു വസ്ത്രമില്ലെന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്. അരികത്തേക്ക് എൻ്റെ കൂടെ നിൽക്കണേ. എനിക്ക് അതിഥികൾ വരുന്നുണ്ട്. നിങ്ങളെ ഞാൻ അവരുടെ കൂടെ നിങ്ങളെ ഞാൻ സൽക്കരിക്കും. ഉഖ്രിമുഖ്, നിങ്ങളെ ഞാൻ ആദരിക്കും എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അബ്ദുല്ലാഹി തങ്ങളോട് പറഞ്ഞു. പുണ്യനബി ഞങ്ങളൊക്കെ മനസ്സിലാക്കുമായിരുന്നു. സ്വഹാബികളുടെ ടാലന്റുകളും ഓരോരുത്തരുടെയും ക്യാരക്ടർ ഹബീബായ നബി തങ്ങൾ മനസ്സിലാക്കിയ ഒരു രീതിയുണ്ട്. ചില ഹദീസുകളൊക്കെ ഒന്ന് അത്ഭുതപ്പെട്ടു പോകും. ഓരോരുത്തർക്കും ആവശ്യമായത് കൃത്യമായ നിർവചന നബി തങ്ങൾ കൊടുക്കും ഓരോരുത്തർക്കും. അതായിരുന്നു നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അബ്ദുല്ലാഹി ദുൽ ബജാദൈനിയെ കൂടെ കൂട്ടി നബി തങ്ങൾ. ആ യാത്ര പിന്നെ അവസാനിക്കുന്നത് തബൂക്കിലേക്കുള്ള യാത്രയിലാണ്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്. ഈ ആയത്തിറങ്ങുന്ന തബൂക്കിന്റെ വിഷയത്തിലാണ്. എൻ്റെ ഹബീബിൻ്റെ കൂടെ ജൂലൈ മാസത്തിലെ ചൂടുള്ള കാലം, ആ ചൂടിൽ ഹബീബിൻ്റെ കൂടെ തബൂക്കിലേക്ക് പോകാൻ മടി കാണിച്ച മുനാഫിക്കുകളെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. ഇല്ലാ തൻസുറൂഹ്. നിങ്ങളാരും എൻ്റെ ഹബീബിൻ്റെ കൂടെ വന്നില്ലെങ്കിൽ എന്തേ? എൻ്റെ ഹബീബിനെ ഞാൻ സഹായിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് ഹിജറയുടെ കഥയാണ് അവിടെ പറയുന്നത് സൂറത്ത് തൗബയിൽ. ദുൽ ബജാദൈനിയെ കൂടെ കൊണ്ടുപോകുന്നു തബൂക്കിലേക്ക്. മഹാനായ ദുൽ ബജാദൈൻ റളിയല്ലാഹു അൻഹു തബൂക്കിലേക്കുള്ള വഴിയിലാണ് വഫാത്താകുന്നത്. അവിടെ ഖബർ കുഴിച്ചു നബി തങ്ങൾ. ഉമർ എന്നവരും സിദ്ദീഖ് എന്നവരുമാണ് ഈ ജനാസ എടുക്കുന്നത്. തങ്ങൾ പറഞ്ഞു, അദ്ലിയാ ഇലയ്യ സാഹിബനാ. നമ്മുടെ കൂട്ടുകാരനെ എൻ്റെ കയ്യിലേക്ക് തരൂ എന്ന് പറഞ്ഞ് ഖബറിൽ ഇറങ്ങി നിൽക്കുന്ന റസൂലുള്ളാഹി തങ്ങളുടെ കൈകളിലേക്ക് അബ്ദുല്ലാഹി ദുൽ ബജാദൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കയ്യിൽ കൊടുത്ത് ആ കൈ കൊണ്ട് തങ്ങൾ ഖബറിലേക്ക് താഴെ വെച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഉഷ്ഹിദു അന്നീ റാദിൻ അൻഹു ഫർള അൻഹു. അല്ലാഹുവേ, ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു റബ്ബേ, നീയും പൊരുത്തപ്പെടണമേ എന്ന് മഹാനായ സ്വഹാബിക്ക് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. തങ്ങളെ കാണാൻ വേണ്ടി ഉടുത്ത വസ്ത്രമഴി അടക്കം അഴിച്ചു കൊടുത്ത് 2 കരിമ്പടം പുതച്ച് മദീനയിലേക്ക് പോയ സ്വഹാബിയാണ് ദുൽ ബജാദൈൻ റളിയല്ലാഹു അൻഹു. ഈ നഗരി ഉവൈസുൽ ഖർനി തങ്ങളുടെ പേരിൽ കണ്ടു. ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന താബിഈങ്ങളുടെ സയ്യിദും മിൻ സാദാത്തി താബിഈൻ, താബിഈങ്ങളുടെ നേതാക്കളിൽപ്പെട്ട നേതാവാണ് യമനിയായിരുന്ന ഉവൈസുൽ ഖർനി തങ്ങൾ റളിയല്ലാഹു അൻഹു വറഹ്മത്തുള്ളാഹി തആല അലൈഹി. തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് യമനിൽ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ തങ്ങളുടെ സുഹ്ബത്ത് ലഭിച്ചില്ല. ഉമ്മ പറഞ്ഞു, മോനെ നിങ്ങൾ പോയാൽ എനിക്കാരാ ഉണ്ടാവുക? നിങ്ങൾ മദീനത്ത് ആകെ ഒരു മോനേ ഉള്ളൂ, നിങ്ങൾ മോന് പോയാൽ എനിക്കാരാ ഉണ്ടാവുക? അതുകൊണ്ട് മോൻ പോവല്ലേ എന്ന് പറഞ്ഞു തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മദീന വരെ പോയി തങ്ങളെ ഒന്ന് കാണാനോ സദസ്സിലിരിക്കാനോ സാധിച്ചില്ല. അതുകൊണ്ട് സ്വഹാബിയായില്ല എന്ന് മാത്രം. പക്ഷേ തങ്ങൾ ഒരുപാട് ഹദീത്തുകൾ സ്വഹീഹ് മുസ്ലിമിലെ വലിയൊരു റിവായത്ത്, ദീർഘമേറിയ റിവായത്തുണ്ട്. ആ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദുആക്കുത്തരമുള്ള മഹാനായിരുന്നു ഉവൈസുൽ ഖർനി തങ്ങൾ. ദുആക്കുത്തരമുണ്ടായിരുന്നു. ഉമർ എന്നവരോടല്ലേ പറഞ്ഞു, ഉമറേ കണ്ടാൽ ദുആരപ്പിക്കണം, ഫസ്തൗസൂ ബിഹി ദുആ, ദുആ ചെയ്യാൻ വേണ്ടി പറയണേ. അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന മഹാനാണ്. യഅതീകും ഉവൈസ് ഇബ്നു ആമിർ മിൻ മുറാദിൻ മിൻ ഖർനിൻ. ഖർനിലെ മുറാദ് ഖബീലയിൽ നിന്ന് വരുന്ന ഉവൈസുൽ ഖർനിയെ കണ്ടാൽ ദുആരപ്പിക്കണം എന്ന് നബി തങ്ങൾ പറഞ്ഞ താബിഈയാണ് ഉവൈസുൽ ഖർനി തങ്ങൾ. ഹബീബിനോടുള്ള മഹബ്ബത്ത, മദീനയിൽ നിന്ന് വരുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞ്
ആ ഒരു മദീനയെ എനിക്ക് പോയി കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്ന മഹാനായ ഉവൈസ് ഇബ്നു ആമിർ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബിൻ്റെ ഒരു മൗലയുണ്ട്, സഫീന റളിയല്ലാഹു അൻഹു. സഫീന എന്ന് പറഞ്ഞാൽ കപ്പൽ എന്നാണ്. മഹാന്റെ പേര് അബ്ദുറഹ്മാൻ എന്നായിരുന്നുവെന്നാണ്. സഫീന എന്ന കപ്പൽ എന്ന് പേര് വെച്ചത് ഒരു യാത്രയിൽ ഈ സഫീന റളിയല്ലാഹു അൻഹു ആളുകൾക്ക് ഒരുപാട് ലഗേജുകൾ ഉണ്ടായപ്പോൾ അത് ചുമന്ന് നടക്കാൻ ചില ആളുകൾക്ക് പ്രയാസമായപ്പോൾ സ്വഹാബി പറഞ്ഞതാണ്, നിങ്ങളുടെ എല്ലാവരുടെ ലഗേജും എൻ്റെ ഈ പുതപ്പിലങ്ങ് വെച്ചോളൂ, ഞാനിത് കൂട്ടിപ്പിടിച്ച് ഭാണ്ഡമായി എൻ്റെ പുറത്ത് ഞാൻ ചുമന്ന് നടന്നേക്കാം. അങ്ങനെ മഹാനവറുകൾ എല്ലാവരുടെയും ലഗേജ് എടുത്ത് ഭാരം ചുമന്ന് നടക്കുമ്പോൾ അതൊരു കപ്പൽ ചെയ്യുന്ന പണിയാണല്ലോ. അങ്ങനെ പറഞ്ഞു, അൻത സഫീന, നിങ്ങൾ ഞങ്ങളുടെ കപ്പലാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മഹാനായ സഫീന റളിയല്ലാഹു അൻഹു സഫീന എന്നറിയപ്പെടുന്നത്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ ഒരുപാട് ആളുകൾ ദീനിൻ്റെ ദഅവത്തിന് വേണ്ടി യാത്ര പോയപ്പോൾ റോമിലേക്ക്, അതായത് തുർക്കിയിലേക്ക് യാത്ര പോയ, അന്ന് റോം എന്നൊക്കെ പറയുമ്പോൾ ഇസ്തംബൂളാണ്, കോൺസ്റ്റാന്റിനോപ്പിളാണ്, അവിടേക്ക് യാത്ര പോയ മഹാനാണ് സഫീന റളിയല്ലാഹു അൻഹു. പോകുന്ന വഴിക്ക് ഒരു സിംഹം അദ്ദേഹത്തോട് പെരുമാറിയത് ചരിത്രങ്ങളിൽ വളരെ പ്രബലമാണ്. മഹാനവറുകൾ പറയാൻ, സിംഹം എൻ്റെ അരികത്തേക്ക് വന്നപ്പോൾ ഞാൻ പേടിച്ചു, പക്ഷെ എനിക്ക് തോന്നിയൊന്ന് പറയണമെന്ന്. അന സഫീനതു മൗലാ റസൂലില്ലാഹ്, ഞാൻ ഹബീബായ നബി തങ്ങളുടെ ഖാദിമായ മൗലയായ സഫീനയാണ് റളിയല്ലാഹു അൻഹു. അതെന്ന് പറഞ്ഞപ്പോഴേക്കും ആ സിംഹം മഹാനവറുകളെ തലോടി മെല്ലെ 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 മെയിൻ വഴിയിലേക്ക്, പ്രധാന വഴിയിലേക്ക് എത്തുന്നത് വരെ സഫീന തങ്ങളെ ഇങ്ങനെ തടവി തടവി കൊണ്ടുപോയി. ഫഹംഹമ, അതെന്തോ ആട്ടിയിട്ട് അതിൻ്റെ ഭാഷയിൽ എന്തോ പറഞ്ഞു. യുവദ്ദിഉനി, എന്നോട് യാത്ര ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ എനിക്കൊരു കേടുപാടും സംഭവിക്കാതെ ഞാൻ രക്ഷപ്പെട്ടുവെന്ന് മഹാനായ സഫീന തങ്ങൾ, ഈ ചരിത്രം പറയുന്നത് താബിഇയായ മുഹമ്മദ് ഇബ്നു മുൻകദിർ തങ്ങളാണ്. മുഹമ്മദ് ഇബ്നു മുൻകദിർ എന്നിവരാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. മഹാനായ സഫീന തങ്ങൾ പറയാ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മൗലയാണെന്ന് പറഞ്ഞതോടുകൂടെ ആ ഒരു ഹിംസ്ര ജീവിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. എന്തിന്? ഇഅ്ളാമൻ വ ഇജ്ലാലൻ ലിറസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനോടുള്ള സ്നേഹം, ആ ഖറാബത്ത് നമ്മുടെ കൊച്ചുമക്കളിൽ നമ്മൾ ഇൻസ്റ്റിൽ ചെയ്യണം. ചെറിയ പ്രായത്തിൽ തന്നെ, ചെറിയ പ്രായത്തിൽ മക്കളെ പഠിപ്പിക്കേണ്ട കാര്യമത. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദിബു ഔലാദക്കും, മക്കളെ നിങ്ങൾ അദബ് പഠിപ്പിക്കണേ. അലാ സലാസി ഖിസാൽ, 3 കാര്യങ്ങൾ നിങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഹുബ്ബി നബിയിക്കും, പുണ്യ നബിതങ്ങളെ സ്നേഹിക്കാനും. ഹുബ്ബി അഹ്ലി ബൈതിഹി, ഹബീബിന്റെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുവാനും. വതിലാവത്തിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും കൊച്ചുമക്കളെ നിങ്ങൾ പഠിപ്പിക്കണമേ. അപ്പോൾ തങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. തങ്ങളുടെ വംശപരമ്പരയിൽ വന്ന സാദാത്യങ്ങളായ സയ്യിദന്മാരായ മഹത്തുക്കളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. തങ്ങന്മാർ, സയ്യിദന്മാർ, അവരെ സ്നേഹിക്കണം മോനെ എന്ന് പറഞ്ഞു കൊടുക്കണം. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവറുകളെ നമ്മളിപ്പോൾ ഓർക്കുകയാണ്. ഒരു ചെറിയ തങ്ങളുകുട്ടി സദസ്സിലുണ്ടെങ്കിൽ ആ തങ്ങളുകുട്ടിയെ കൊണ്ട് അത് ദ്വാരിപ്പിക്കാം. ആ തങ്ങളുകുട്ടി ഇനി എങ്ങനെ വന്നു തങ്ങൾക്ക് വിഷയമല്ല. മഹാനവറുകൾ ആ കുട്ടിയെ കൊണ്ടുവന്ന് നിങ്ങൾ ദ്വാരക്കണമെന്ന് പറഞ്ഞ് ആ കുട്ടി ആ തങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ പിന്നെ ഉസ്താദ്, അപ്പോഴും അവരാരെങ്കിലും ഏൽപ്പിക്കും, ഇല്ലെങ്കിൽ ഉസ്താദ് ദ്വാരക്കുള്ളൂ. ഒരു സയ്യിദിനെ കണ്ടാൽ അത്രമേൽ എന്തെന്നില്ലാത്ത ബഹുമാനവും ആദരവും കാണിച്ചിരുന്ന ഒരു പാരമ്പര്യം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനവറുകളുടെ കൂടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്കും തൗഫീഖ് തരട്ടെ. ദീനിൻ്റെ ശരിയായ ദഅവത്ത്, കലർപ്പില്ലാത്ത അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളെ, ഹബീബിൻ്റെ സുന്നത്തുകളെ ജീവിപ്പിച്ചിരുന്ന മഹാനവറുകൾ. ഞാൻ ഉസ്താദിൻ്റെ ഒരു ഖലീഫയുണ്ട് അബുദാബിയിൽ, മൊറിറ്റാനിയക്കാരനാണ്. നല്ലൊരു പ്രായമുള്ള ഷെയ്ഖാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ നാട്ടുകാരനായ ഷെയ്ഖ് മുഹീദ്ദീൻ എന്ന് പറഞ്ഞ് റളിയല്ലാഹു അൻഹു എന്ന് അദ്ദേഹം പറഞ്ഞത് മുഴുവൻ എൻ്റെ വീട്ടിൽ വന്ന് 2 മണിക്കൂറോളം ഒരു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്, നിങ്ങളുടെ നാട്ടുകാരനായ ഷെയ്ഖ് മുഹീദ്ദീൻ്റെ ആ പേരിൽ ഞങ്ങൾ മൊറിറ്റാനിയിലെ മസ്ജിദുകളിൽ സാവിയകളുണ്ട്. സാവിയ എന്ന് പറഞ്ഞാൽ ഓരോരോ മൂലയിൽ മജ്ലിസുകൾ ഉണ്ടാക്കും. ആ മജ്ലിസിൽ നിങ്ങളുടെ നാട്ടുകാരനായ ഷെയ്ഖ് മുഹീദ്ദീൻ, അത്തിപ്പറ്റ ഉസ്താദിന്റെ പേര് മുഹീദ്ദീൻ ആണല്ലോ, അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്നത് മുഹീദ്ദീനാണ്. നിങ്ങളുടെ ആ മഹാന്റെ പേരിൽ ഞങ്ങളുടെ നാടിൻ്റെ പള്ളികളിൽ നിന്ന് ഫാത്തിഹയും യാസീനും ഞങ്ങൾ ഹദിയ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. ഉസ്താദിന്റെ പേരിൽ ഒരു ലജ്നയുണ്ട് അത്രേ അവിടെ.
ഒരുപാട് മുതഅല്ലിമീങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ? അങ്ങ് വെസ്റ്റേൺ ആഫ്രിക്കയിൽ, അങ്ങ് അറ്റ്ലാന്റിക്കിലേക്ക്, പസഫിക്കിലേക്ക് കടന്നു നിൽക്കുന്ന ആ ഒരു ഭാഗത്ത്, മെഡിറ്ററേനിയൻ കടൽ അവസാനിക്കുന്നിടത്ത് മഹാനായ ഉസ്താദിനെ ഓർത്ത് ആ ഒരു മഹാന്റെ പേരിൽ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്ന മഹാന്മാർ. എന്തിനെന്നറിയോ? മഹാനായ ഉസ്താദ് സ്വലാത്ത് ചൊല്ലിപ്പിച്ച മഹാനാണ്. മഹാനായ ഉസ്താദ് ഹബീബിന്റെ സുന്നത്ത്, ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിലും സലാം പറയുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും ഒരു ദിക്റിന്റെ മജ്ലിസാണെങ്കിലും എന്താണ് അദബ് എന്ന് പഠിപ്പിച്ചിരുന്ന മഹാനാണ്, അല്ലേ? ആ മഹാത്മാവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് വലിയൊരു നഷ്ടമാണ്. ഖുദവകൾ, മാതൃകയായ മഹത്തുക്കളായ ആളുകൾ നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിക്കുമ്പോൾ 1000 മണിക്കൂർ വാദ പറയുന്നതിനേക്കാളും ഒരു സെക്കൻഡ് ഒരു മഹാനെ കണ്ടാൽ നമുക്കത് മതിയാകുമായിരുന്നു. അള്ളാഹു അവർക്കും നമുക്കും അള്ളാഹു സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകട്ടെ. മഹാനായ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പുണ്യനിബിതങ്ങളോടുകൂടെ ജീവിച്ച ചരിത്രങ്ങൾ സ്വഹാബികൾ ചോദിക്കുമ്പോൾ സയ്യിദ് ഇബ്നു അർഖം എന്നവരെ പറയുന്നുണ്ട്. ഇമാം മുസ്ലിം എന്നവർ റിപ്പോർട്ട് ചെയ്തു, ഇന്ന നബിയല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ ഫീനാ ഖതീബൻ ഫീ ഗദീരിൻ യുഖാലു ലഹു ഖം. ഖം എന്ന് പറയുന്ന ഒരു കുളത്തിൻ്റെ അടുത്ത് പുണ്യനിബിതങ്ങൾ ഞങ്ങളോട് ഖുതുബ നിർവഹിച്ചു, ഞങ്ങളോട് പ്രസംഗിച്ചു, ഞങ്ങളോട് സംസാരിച്ചു. മക്കാ വിജയം കഴിഞ്ഞ് ഹജ്ജത്തുൽ വിദാ കഴിഞ്ഞ് മടങ്ങി വരികയാണ്. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു കുളമാണ് ഗദീറു ഖം. അയ്യുഹന്നാസ്, പുണ്യനിബിതങ്ങളുടെ അവസാനത്തെ വാക്കുകളിൽപ്പെട്ട ചില ഖുതുബകളാണിത്. ജനങ്ങളെ, ഇന്നമാ അന ബശറുൻ യൂഷികു അൻ യഅതിയ റസൂലു റബ്ബി ഫഉജീബ്. ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് മരണം സംഭവിക്കും. മലക്കുകൾ, മരണത്തിൻ്റെ മലക്ക്, റൂഹ് പിടിക്കുന്ന മലക്ക്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണമേ. വ ഇന്നനീ തറക്തു ഫീകും സഖലൈൻ. രണ്ട് വിഭാഗം, രണ്ട് കാര്യങ്ങളെ, രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. കിതാബുല്ലാഹി ഫീഹിൽ ഹുദാ വന്നൂർ. ഒന്ന് അല്ലാഹുവിൻ്റെ കിതാബാണ്, ഖുർആനാണ്. അല്ലാഹുദ് ആനാ അല്ലൈലി വഅത്റാഫൻ നഹാർ, രാവിലും പകലിലും പാരായണം ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ, നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫീഹിൽ ഹുദാ വന്നൂർ ഫസ്തംസികൂ ബിഹി വഅതസിമൂ. അതുകൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കണം ഖുർആനിനെ. എന്നിട്ട് പറഞ്ഞു, വഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി. എൻ്റെ എൻ്റെ വീട്ടുകാർ, അഹ്ലുബൈത്ത്, സയ്യിദന്മാർ, തങ്ങന്മാർ, ഫാത്തിമ ബീവിയിലൂടെ അല്ലാഹു ലോകത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ പോകുന്ന ആ പരമ്പരയിൽ നിന്നാണ് ഇമാം മഹ്ദി തങ്ങൾ വരാൻ പോകുന്നത്. ആ എൻ്റെ അഹ്ലുബൈത്തിനെ നിങ്ങൾ സൂക്ഷിക്കണമേ. അപ്പോൾ സയ്യിദ് ഇബ്നു അർഖം എന്നവരോട് അവിടുത്തെ അസ്ഹാബ് ശിഷ്യന്മാർ ചോദിച്ചു, അനിസാഉൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ആലി ബൈതിഹി, ഹബീബിന്റെ ഭാര്യമാർ അഹ്ലു ബൈത്താണോ? ഖാല നഅം, അതെ. പക്ഷേ ആലുബൈത്ത് എന്ന് ഞാൻ ഇവിടെ പറയുന്നത് ഇനി ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്നവർക്ക് പുണ്യനിബിതങ്ങൾ ഇട്ടേച്ചു കൊടുക്കുന്ന 2 പിടിക്കയറുകളാണ്. ഒന്ന് വിശുദ്ധ ഖുർആൻ, മറ്റൊന്ന് അഹ്ലുബൈത്ത്. എന്നിട്ട് പറഞ്ഞു, മൻ ഹറുമ സ്വദഖതു ബഅദ, സകാത്ത് സ്വീകരിക്കാൻ പാടില്ലാത്തവർ അവരാരാണ്? ആലു ജഅഫറിൻ വ ആലു അബ്ബാസിൻ വ ആലു അലിയിൻ വ ആലു അഖീൽ. അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം, ജഅഫർ എന്നവരുടെ കുടുംബം, അഖീൽ എന്നവരുടെ കുടുംബം, അബ്ബാസ് എന്നവരുടെ കുടുംബം. പുണ്യനിബിതങ്ങളുടെ അഹ്ലുബൈത്തുകളാണ് അവർ നിങ്ങൾ സൂക്ഷിക്കണമേ. ഞാൻ അവരെ നിങ്ങൾക്ക് ഉപേക്ഷിച്ച് പോരുകയാണ്, നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഒന്ന് കിതാബല്ലാഹ്, അല്ലാഹുവിൻ്റെ കിതാബും പിന്നെ സാദാത്യങ്ങളും. ഇത് നിബിതങ്ങൾ പറയുമ്പോൾ അഹ്ലുബൈത്തിനോടുള്ള മഹബ്ബത്ത്, ഹബീബിനോടുള്ള മഹബ്ബത്താണ്. ആ ഹബീബിലേക്ക് എത്തുന്ന മഹബ്ബത്താണ്. ഒരു നിലക്കും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലും ഇഷ്ടക്കുറവുകളോ എന്തിൻ്റെങ്കിലും പേരിൽ ഉണ്ടെങ്കിൽ പോലും ഒരു അഹ്ലുബൈത്തിനോട് പോലും ഒരു മുഖം കറുപ്പോ ഒരു ഇഷ്ടക്കുറവോ ഒരു മുഅ്മിന് കാണിക്കുക സാധ്യമല്ല, പാടില്ല. സ്വഹാബികളിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടായി, അവർ മൗനം പാലിച്ചു. മൗനം പലതിനും പരിഹാരമാണ്. മൗനമാണ് പലതിനും പരിഹാരം.
മൗനം. ചിലതുകൾ ഗദ്ദുൽ ബസർ, ഇദാ ബലഗൽ മാഉ ഖുല്ലതൈൻ ലാ യഹ്മിലുൽ ഖുബസ് എന്ന് പറഞ്ഞ പോലെ മാഉ ഖുല്ലതൈൻ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ നിറമോ മണമോ രുചിയോ മാറുന്നവരെ അത് മുതനജ്ജിസാകുന്നില്ല എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെയും ആ ഒരു അളവുകോളിൽ അളക്കണം എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് കൽബുകളിൽ കറ വീണു പോകരുത്. പിശാചെങ്ങാനും നമ്മുടെ കൽബിൽ കയറിക്കൂടിയിട്ട് എന്തെങ്കിലും ഒരു ഫിത്ന അഹ്ലു ബൈത്തിനോട് ആരോടെങ്കിലും ഒരു വെറുപ്പ് നമ്മുടെ കൽബിൽ വന്നാൽ കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിന് പിന്നെ എന്ത് ബറക്കത്താണ്, എല്ലാം തീർന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന് പറഞ്ഞ ലോകം കണ്ട പേര് കേട്ട വലിയൊരു ഖലീഫയുടെ മകൻ വാപ്പ ജീവിച്ചിരിക്കുന്ന കാലം ഹജ്ജിന് വന്നതാണ്. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് കഅബാലയത്തിന്റെ മുമ്പിൽ എത്തി നിൽക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി തിക്കും തിരക്കും കൂടുമ്പോൾ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിനും ഒന്ന് മുത്തണമെന്ന് വലിയ ആഗ്രഹം. അപ്പോൾ തിരക്കായപ്പോൾ ഒരു ചെയർ ഇട്ട് കൊടുത്തു, ഇങ്ങോട്ട് ഇരിക്കി, തിരക്ക് കഴിഞ്ഞിട്ട് മുത്താലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു. അള്ളാഹുവിൻ്റെ ബൈത്തല്ലേ, അള്ളാഹുവിൻ്റെ വീടല്ലേ. അപ്പോൾ ഹിഷാം അവിടെ ഇരുന്നു. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് അതാ വരുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഹുസൈൻ എന്നവരുടെ മകൻ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി സൈനുൽ ആബിദീൻ എന്നറിയപ്പെടുന്ന മഹാൻ, ഹബീബായ നബി തങ്ങളുടെ പേരക്കുട്ടിയുടെ കുട്ടി ഹുസൈൻ എന്നവരുടെ മകൻ അലി എന്നവര്. മഹാനായ അലി സൈനുൽ ആബിദീൻ തങ്ങൾ കഅബയുടെ മുറ്റത്തേക്കെത്തിയപ്പോൾ അവിടെ കൂടിയ മുഴുവൻ ആളുകളും അങ്ങോട്ട് മാറിക്കൊടുത്തു. അങ്ങനെ ഒരു തിക്കും തിരക്കില്ലാണ്ട് മഹാനായ സയ്യിദായ തങ്ങളായ സൈനുൽ ആബിദീൻ തങ്ങള് ആ പരിശുദ്ധമായ ഹജറുൽ അസ്വദ് പോയി മുത്തി. ഇത് കണ്ടപ്പോൾ ഹിഷാം അബ്ദുൽ മലിക് രാജാവല്ലേ, സ്വാഭാവികമായും ഒരു ഹസദ്, ഒരു അസൂയ വന്നു. ആരാ ഇത് എന്ന് ചോദിച്ചു. ഒരറിയാത്ത മട്ടത്തിൽ ഒരു ചോദ്യം ചോദിച്ചു, ആരായത്? അപ്പൊ ഷാമുകാരന് മറുപടി കൊടുക്കാൻ റെഡിയാണ്. അപ്പോഴേക്ക് ഫറസ്ദഖ് അവിടെയുണ്ട്, കവിയാണ്. ഫറസ്ദഖ് എഴുന്നേറ്റ് ഒരു കവിത ചൊല്ലി, മനോഹരമായ കവിത. ആ കവിതയിൽ സ്തംഭിച്ചുപോയി ഹിഷാം, തരിച്ചുപോയി. ആരാണിത് നിനക്കറിയില്ലയോ? ഹാദല്ലദീ തഅരിഫുൽ ബത്ഹാഉ വതുഅതഹു വൽബൈതു യഅരിഫുഹു വൽഹില്ലു വൽഹറമു. ആരായി വന്നത് ഹിഷാമേ, നിനക്കറിയില്ലയോ? ഇതാരാണ്? ഈ മനുഷ്യന്റെ കാൽപാദത്തിന്റെ ചവിട്ടുകൾ ഹറമിനറിയാം, ഹറമിന്റെ പുറത്തിനറിയാം, കഅബാലയത്തിനറിയാം. ഹാദാ ബിനു ഖൈരി ഇബാദില്ലാഹി കുല്ലിഹിമി. അള്ളാന്റെ പടപ്പുകളിൽ വെച്ച് ഏറ്റവും വലിയ ഖൈറായ പുണ്യ നബിയുടെ മോനാണിത്. നേരെ മോനല്ല, തങ്ങളുടെ പേരക്കുട്ടിയുടെ മോനാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞു, ഹാദാ ബിനു ഖൈരി ഇബാദില്ലാഹി കുല്ലിഹിമി. ഹാദാ തഖിയ്യുൻ നഖിയ്യുൽ ത്വാഹിറുൽ അലമു. ഇത് ശുദ്ധരാണ്, പരിശുദ്ധരാണ്, അറിയപ്പെട്ടവരാണ്, ഇത് പരിപാവനമുള്ളവരാണ്. വലൈസ ഖൗലുക മൻ ഹാദാ ബിദാഇരിഹി. ആരായത് എന്ന ചോദ്യം ഈ മഹാന് ഒരു ഉപദ്രവം ചെയ്യുകയില്ല. അൽ അറബു തഅരിഫു മൻ അൻകർത വൽ അജമു. നിങ്ങൾക്കറിയാത്ത ഈ മഹാനെ അറബികൾക്കും അറിയാം, അനറബികൾക്കും അറിയാം. കിൽതാ യദൈഹി ഗിയാസുൻ അമ്മ നഫ്ഉഹുമാ യസ്തൗകിഫാനി വലാ യഅറൂഹുമാ അദമു. ഹാദാ ഇബ്നു ഫാത്തിമ ഇൻ കുൻത തജ്ഹലുഹു ബിജദ്ദിഹി അംബിയാഉല്ലാഹി ഖദ് ഖുതിമു. ഇത് ഫാത്തിമയുടെ മോനാണ് റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ആരുടെ മോളാണെന്നറിയോ? അംബിയാക്കളുടെ അന്തിമ കണ്ണിയായ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മോളായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മോള് ഫാത്തിമ ബീവിയുടെ മോനാണിത്. മാ ഖാല ലാ ഖത്തു ഇല്ലാ ഫീ തശഹുദിഹി ലൗലാ തശഹുദു കാനത് ലാഉഹു നഅമു. ദീർഘമായൊരു കവിതയാണ്. ഫറസ്ദഖി പറഞ്ഞത്, അഹ്ലുബൈത്തിനെ മനസ്സിലായില്ലേ ഹിഷാമേ? അഹ്ലുബൈത്ത് വന്നപ്പോൾ ആളുകൾ കാണിച്ച അദവാണിത്. നീ കസേലിരിക്കേണ്ട ആളല്ല, നീ എഴുന്നേറ്റൊന്ന് സ്വീകരിക്കേണ്ട ആളായിരുന്നുവെന്ന് അന്ന്
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഅബാലയത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയായ സൈനുൽ ആബിദീൻ തങ്ങൾ വന്നപ്പോൾ, ചെറിയ ചെറുപ്പക്കാരനാണ്, മീശ മുളച്ചു വരുന്ന പ്രായമായിരുന്നു അത്. പക്ഷേ മഹാനവറുകളോട് കാണിച്ച ആ ഒരു അദബ്, എന്തേ? ഇത് പോകുന്നത് ഹബീബിലേക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സയ്യിദുൽ ഉലമ തങ്ങളെത്തിയോ? طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي. കേരള മുസ്ലിമീങ്ങളുടെ ആധികാരികമായ മതപണ്ഡിത സഭ ബഹുമാനപ്പെട്ട സമസ്തകേരള ജമിയത്തുൽ ഉലമ, സമസ്തകേരള ജമിയത്തുൽ ഉലമയെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദും ആലിമുമായ മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവറുകൾ സയ്യിദുൽ ഉലമ നമ്മുടെ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇൽമു കൊണ്ടും നെസബ് കൊണ്ടും, ഒന്ന് പരിശുദ്ധ തങ്ങളിലേക്ക് എത്തുന്ന നെസബയാണ്, മറ്റൊന്ന് നമ്മളെല്ലാവരുടെയും നമ്മുടെ ഉസ്താദുമാരുടെ പോലും ഉസ്താദും ഗുരുനാഥനുമായ മഹാനായ പണ്ഡിത ശ്രേഷ്ഠരുമാണ്. അള്ളാഹു മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അള്ളാഹു ഈ സമസ്തയെ അജയ്യമായി ഇസ്സത്തോടുകൂടെ മുന്നോട്ട് നയിക്കാനുള്ള സർവ്വ കരുത്തും ആഫിയത്തും അള്ളാഹു നൽകട്ടെ. മഹാനായ ഷെയ്ഖുൽ ജാമിയ അലിക്കുട്ടി ഉസ്താദ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും അസുഖങ്ങളുമുണ്ട്. അള്ളാഹു ശിഫ നൽകട്ടെ. മഹാന്മാരായ സമസ്തയുടെ പരിശുദ്ധരായ ഉലമാ, അതിൻ്റെ കർമ്മഭടന്മാർ, നമ്മുടെ ഉമറാക്കൾ, സദാത്യങ്ങൾ എല്ലാവരുടെയും ആയുസ്സിനും ആഫിയത്തിനും ഇസ്സത്തിനും വേണ്ടി പ്രത്യേകം എല്ലാവരുടെയും ദുആയിൽ ഉണ്ടാകണം എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്തുകൊണ്ട് ഈ മഹബ്ബത്തിൻ്റെ സദസ്സിന് എല്ലാവിധ പ്രാർത്ഥനയും നേരുന്നു. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ ബഷീർ ഫൈസീൻ ദേശമംഗലം അവറുകളുടെ മനസ്സുകൊണ്ട് മദീനയിലേക്ക് എന്ന പരിപാടിയുടെ 400-ാം എപ്പിസോഡിൻ്റെ ഒരു വലിയ സംഗമമാണിത്. അള്ളാഹു ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കട്ടെ. ഇതിനുവേണ്ടി വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നവർ, 5 കുട്ടികളുടെ നിക്കാഹിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തവർ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം നമ്മുടെ ബഹുമാന്യരായ പണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ നമ്മുടെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വളരെ പ്രൗഢമായ ഈ ഒരു സദസ്സ് അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇവിടെ അല്ലാഹു അക്ബർ എന്നൊരു വാട്സപ്പ് കൂട്ടായ്മയിലുള്ള ഒരുപാട് അതിഥികൾ അവരുടെ വോളണ്ടിയർമാരായിട്ടൊക്കെ നമ്മുടെ ഈ സദസ്സിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്. അതെ, പല നിലക്കും ഈ പരിപാടിയെ സഹായിച്ചിട്ടുള്ള ആളുകൾ, നേരത്തെ പറഞ്ഞ വീട് ജപ്തിയായിട്ട് പോലും 2 പവൻ സ്വർണം നമ്മുടെ ഈ കുട്ടികളുടെ നിക്കാഹിലേക്ക് സംഭാവന ചെയ്ത ഒരു കുടുംബം, അവരൊക്കെ ചെയ്ത ഈ ത്യാഗം അള്ളാഹുവെ നീ സ്വീകരിക്കണമേ. അള്ളാഹു നമ്മുടെ കൽബുകളിൽ ഹിബ്ബ് നിറച്ചു തരട്ടെ. അള്ളാഹുവിനോടും ഹബീബിനോടും അഹ്ലു ബൈത്തിനോടും ദീനിനോടും ദീനിൻ്റെ ഷായിറുകളോടുമൊക്കെയുള്ള അതിരറ്റ സ്നേഹവും അനുകമ്പയും മഹബത്തും അള്ളാഹു നമ്മുടെ കൽബിൽ നിറക്കട്ടെ എന്ന് ഒരിക്കലൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ തൗഫീഖിനും വേണ്ടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.